നമുക്ക് ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിക്കാം. ഹബക്കൂക്ക് 2-ാം അധ്യായം 1 മുതൽ വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്നും കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവന്റെ മനസ്സ് അവനിൽ. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഒരു ചെറിയ ഒരു ചിന്ത നമുക്ക് കർത്താവിന്റെ നാമത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നല്ല മഴ, നല്ല തണുത്ത ഒരു അനുഭവമാണ്. AC ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഒരു പുതപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ആ ഒരു സന്തോഷത്തോടെ ദൈവവചനം ഒരു തീയാണ്. ആ തീ നിങ്ങളെ ആ തണുപ്പിൽ നിന്ന് രക്ഷിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഒന്നടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ആ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ഒന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ജീസസ് നെയിം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വായിച്ചത് വളരെ നല്ല ഒരു ആലോചന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നൊരു കാര്യം. ഒന്ന്, ഒരു കാവൽപ്പുര മുറ്റത്ത് ഒരു കാവൽക്കാരനായി നിൽക്കുന്ന ഹബക്കൂക്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പെട്ടെന്നൊരു വെളിപ്പാട് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര പേർക്ക് ഒരു വിശ്വാസമുണ്ട് ദൈവം ഇതിനകത്തുണ്ട്? നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ വളരെ വലിയ ദൈവ ഭയത്തോടെ ഈ ആലയത്തിനകത്ത് നമ്മളായിരിക്കുക. നമ്മളെവിടെ പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആലയത്തിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ വളരെ വലിയൊരു ദൈവഭയത്തോടെ. അതിൻ്റെ അർത്ഥം പുറത്തിറങ്ങിയാൽ എങ്ങനെയെങ്കിലും ജീവിക്കാന്നല്ല, അകത്തും പുറത്തും നമ്മളൊരു ദൈവഭയം, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഹബക്കൂക്കിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം പെട്ടെന്നൊരു വെളിപ്പാട് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഹബക്കൂക്ക്, ഞാൻ പറയുന്ന കാര്യം നീ എഴുതണം. എല്ലാവരും പറഞ്ഞിട്ട് എഴുതണം. രണ്ടാമത് പറയുകയാണ്, നീ അത് വരയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ തരുന്ന ദർശനത്തിന് ഒരു അവധി ഞാൻ വെച്ചിരിക്കുന്നു. ആ ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്നോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളൊക്കെ നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എഴുതി വെക്കുന്ന ചില കാര്യങ്ങൾ ഈ 2024 ദൈവം അത് ചെയ്തെടുക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് ആരെങ്കിലും ഇതുവരെ എഴുതാത്തവരുണ്ടെങ്കിൽ കർത്താവ് പറയുക, ചിലതൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. പണ്ട് PG വർഗീസിന്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിഷിയിൽ, അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എല്ലാ വിഷയങ്ങളും അദ്ദേഹം എഴുതി വയ്ക്കും. ആ എഴുതി വെച്ച ആ കരങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അതിന് മറുപടി കൊടുക്കാനിടയാകും. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ എഴുതി വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിട്ടുള്ള പലതും ഞങ്ങൾ ടിക്കിടാനിടയായി. അതെല്ലാം നടന്ന് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊരു പ്രചോദനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളോടും പറയുകയാണ്, ഇതുവരെ എഴുതാത്ത ഇതുവരെ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും നടക്കാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിലതൊക്കെ എഴുതി വെക്കണം. ആ എഴുതി വെച്ചിട്ട് യഹോവ ഇരയെന്ന് അതിൻ്റെ മുകളിലൊന്ന് എഴുതിയിട്ട് അതിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. പെട്ടെന്ന് ചില വിടുതലുകൾ, മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ എഴുതുന്ന ഓരോ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സീസൺ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് മുതൽ ഉണ്ടായി വരട്ടെ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ അത് കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ ദൈവം കടാക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണ അതിന് വെളിപ്പെടുമ്പോൾ അത് ദൈവം പറയും, ഓക്കെ, ഞാനിതിനെ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയുകയാണ്, എഴുതുക മാത്രമല്ല, നീ എഴുതുന്ന കാര്യം ഭാവനയിൽ നീ കാണണം. അത് കണ്ടിട്ട് നീ വരയ്ക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല,
നിങ്ങൾ വരയ്ക്കണം. വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് ബൈബിളും എടുത്ത് പ്രസംഗിച്ചുകൊണ്ടൊരു മൈക്കും കൂടെ വരച്ചങ്ങ് വയ്ക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു വീട് വേണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് നിങ്ങൾ അങ്ങോട്ട് വരയ്ക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ വരച്ച് പ്രാപിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഏത് വാഹനമാണ് വേണ്ടത്? നിങ്ങൾ എഴുതുക മാത്രമല്ല, ആ വാഹനത്തെ നിങ്ങൾ എഴുതി വരയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രൊഫറ്റിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും വിശ്വാസത്തോടെ നമ്മളത് വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഹൃദയത്തിലെ വലിയ ആഗ്രഹത്തെ ദൈവം കാണും. അപ്പോൾ ദൈവം പറയും, ഞാനത് സാധിപ്പിച്ചു തരും. പ്രൈസ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ ചിലത് കാണാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നു മുതൽ ചിലതൊക്കെ വരയ്ക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നമ്മുടെ ഇനി വരാൻ പോകുന്ന വലിയ ഒരു ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇന്റർനാഷണലായിട്ടുള്ള വലിയ ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്ത് വരയ്ക്കാൻ വേണ്ടി ഒരാളിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വിഷൻ നമ്മൾ വരയ്ക്കണം. നമ്മൾ വരച്ച് കൊണ്ടുവന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കറക്റ്റ് സീസൺ വരുമ്പോൾ ദൈവം അതിനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ഒരു കൂട്ടം പേര് എഴുതുന്ന, ഒരു കൂട്ടം പേർ കാണുന്ന, ഒരു കൂട്ടം പേർ വരയ്ക്കുന്ന, ഒരു കൂട്ടം പേർ. എത്ര ഭയങ്കര മനോഹരമായ കാര്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസം മാത്രമല്ല, പ്രവൃത്തിയാൽ സാധിക്കുന്നതാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണെന്നാണ് വചനം പറയുക. യാക്കോബിന്റെ ലേഖനം എടുക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ചത്തത് പോലെയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ എഴുതുകയും നമ്മൾ വരയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരാനിടയാകും. നിങ്ങൾക്ക് പുതിയ വീടുകൾ ലഭിക്കും, പുതിയ വാഹനങ്ങൾ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനം കാണുക. ഇന്നു മുതൽ കാണുന്നവരായി മാറട്ടെ. നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾ കാണുന്നവരായി മാറട്ടെ. കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, വരച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകളെല്ലാത്തിനും ദൈവം മറുപടികൾ തരാൻ പോവുക. അതിനൊരു ഉദാഹരണമാണ് യാക്കോബ് ഒരിക്കൽ എന്ത് ചെയ്തു? തൻ്റെ ലാബാന്റെ കീഴിൽ 10-20 വർഷക്കാലം ഭയങ്കരമായ അടിമത്ത നുഖത്തിൽ യാക്കോബ് കിടക്കുകയാണ്. യാക്കോബിനെ ഉപയോഗിക്കുകയാണ്, യാക്കോബിനെ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ അവർ നിങ്ങളെ യൂസ് ചെയ്യും. നിങ്ങൾക്ക് നക്കാപ്പിച്ച പൈസ ശമ്പളം തന്നിട്ട് എന്ത് ചെയ്യും? അവർ നന്നായിട്ട് രാപകലില്ലാതെ നിങ്ങളെ യൂസ് ചെയ്യും. അതുപോലെ ഈ യാക്കോബ് ആ ലാബാന്റെ കൂടെ ആടുകളെയൊക്കെ മേച്ച് അങ്ങനെ യാക്കോബിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം നീതിമാനായതുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച, ദൈവത്തെ കണ്ട യാക്കോബിനോട് ഒരു ദിവസം രാത്രി ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടാനിടയായി. ആ വെളിപ്പെട്ടിട്ട് ആ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നീ കഴിഞ്ഞ വർഷങ്ങളായി നീ കഷ്ടപ്പെടുകയാണ്, എന്നാൽ നിന്റെ കഷ്ടതയ്ക്ക് ഞാൻ പ്രതിഫലം തരാൻ പോവുകയാണ്. പ്രൈസ്. ദൈവം നീതിമാനാന്ന് എല്ലാവരും ഉറക്കെന്ന് വാതുറന്ന് ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ദൈവം നീതിമാനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, ആരെയും ദണ്ഡിപ്പിക്കാൻ വിട്ടുകൊടുക്കത്തില്ല, ആരെയും ദൈവം എന്നും കരയാൻ വിടുകയില്ല, ആരെയും എന്നും ദുഃഖിക്കാൻ വിടുകയില്ല. നിങ്ങളുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവം, നിങ്ങളുടെ കഷ്ടത കാണുന്ന ദൈവം, നിങ്ങളെ അടിമത്ത നുഖത്തിൽ കടന്ന് നിലവിളിക്കുന്നത് കാണുന്നൊരു ദൈവം. ആ ദൈവം നീതിമാനായതുകൊണ്ട് തൻ്റെ ഭക്തന്റെ കണ്ണുനീര് ദൈവം കണ്ട് ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ആടുകളെയും കൊണ്ട് പോകുമ്പോൾ. അപ്പൊ അതിനു മുമ്പ് തന്നെ ലാബാനും യാക്കോബും തമ്മിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ലാബാൻ പറഞ്ഞു, നല്ല ആടുകളൊക്കെ, ഏറ്റവും നല്ല ആടുകളൊക്കെ എനിക്കുള്ളതും എല്ലാം നിനക്ക് കുറച്ച് ആട് തരാം, അതിനെ കൊണ്ട് നീ പോയിക്കോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ നിനക്ക് കിട്ടിയ ആ ആടുകളെ നീ കൊണ്ടു ചെല്ലുക, അത് വെള്ളം കുടിക്കാൻ വേണ്ടി കിണറ്റിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അതിന്റെ പാത്തിയിൽ നീ എന്ത് ചെയ്യുക? മരങ്ങളുടെ ചില്ലകൾ വെട്ടി, വ്യത്യസ്തമായ മരങ്ങളുടെ ചില്ലകൾ വെട്ടി നീ അവിടെ വെക്കുക. അത് കണ്ടുകൊണ്ട് ഇത് ചനയേൽക്കും. ആ ചനയേൽക്കുന്ന സമയത്ത് അതിനുശേഷം നിനക്ക് ഉണ്ടാകുന്ന ആടിൻ്റെ കുട്ടികളെല്ലാം ഏറ്റവും ആരോഗ്യമുള്ളതും ഏറ്റവും പല പല വർണ്ണങ്ങളുള്ള, പല വ്യത്യസ്തമായ ഡിസൈനുകളുള്ള ആടുകൾ നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് പിറ്റേ ദിവസം ആടുകളെല്ലാം വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ വ്യത്യസ്തമായ നിറങ്ങളുള്ള ഈ മരത്തിന്റെ ചില്ലകൾ വെട്ടിവെച്ചു. ആടുകൾ വന്ന് വെള്ളം കുടിക്കുമ്പോൾ തന്നെ
അത് ഈ മരത്തിൻ്റെ കൊമ്പുകളെല്ലാം വെട്ടിവെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പല വർണ്ണങ്ങളിൽ പല വ്യത്യസ്തമായ രൂപത്തിലുള്ള അത് കണ്ടുകൊണ്ട് ചനയേറ്റു. പിന്നീടുണ്ടായ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും, നാട്ടിൻ കുട്ടികളെല്ലാം ആരോഗ്യമുള്ള ഡിസൈനുള്ള ആ കുട്ടികളുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, യാക്കോബിനെ ദൈവം വർദ്ധിപ്പിച്ചു പെരുകുമാറാക്കി. ഹല്ലേലൂയ. അവനുണ്ടായ ഈ തലമുറകളെ അല്ലെങ്കിൽ കാട്ടുകുട്ടികളെ കണ്ട് ലാബാൻ അസൂയപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെപ്രകാരം സംഭവിച്ചു? ഇത് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നീ കുറഞ്ഞു 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 പോകും. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറയാൻ തുടങ്ങും. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മളെ ശൂന്യമാക്കാൻ പിശാച് ശ്രമിച്ചാലും ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്നെ ശൂന്യമാക്കാൻ, നിന്നെ ഒന്നുമല്ലാതാക്കാൻ, നിന്നെ കുറച്ച് കളയുവാൻ, നിന്നെ കഠിനമായ ഒരു അധ്വാനത്തിലോട്ട് നിന്നെ തള്ളിവിടാൻ, നിന്റെ അക്കൗണ്ടുകളെ ശൂന്യമാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ 2024 നീ വർദ്ധിക്കാൻ പോവുകയാണ്. നീ വർദ്ധിക്കും, നീ പെരുകും. എല്ലാവരും പറഞ്ഞാട്ടെ, നീ വർദ്ധിക്കും, ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ വർദ്ധിക്കാൻ പോകുന്നു, ഞാൻ പെരുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ കുറയത്തില്ല, അതിന് പകരം ഞാൻ വർദ്ധിച്ച് പെരുകാൻ പോവുകയാണ്. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്. എല്ലാവരും ഉറക്കെ വായി തുറന്ന് പറഞ്ഞാട്ടെ, എൻ്റെ പക്ഷത്ത് യഹോവയുണ്ട്, എൻ്റെ പക്ഷത്ത് ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ പെരുകും. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് നടക്കാനല്ല, നമ്മൾ വർദ്ധിക്കാനും പെരുകുവാനുമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും നിങ്ങളെ നോക്കി നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അല്ല, ഒരു 4-5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിതി കംപ്ലീറ്റ് അങ്ങ് മാറും. ഈ ആലയത്തിൽ ആരംഭത്തിൽ വന്നതുപോലെ അല്ല ഇന്ന് പലരും ഇരിക്കുന്നത്. അവരൊക്കെ ഇന്ന് ശുശ്രൂഷകരായി, അഭിഷിക്തരായി, പാർഷന്മാരായി അവർ പല രീതിയിൽ വളർന്ന് പന്തലിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബവും കാണും. നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം. വിശ്വസിക്കാത്തവർക്കാണ് പ്രശ്നം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീയും നിന്റെ കുടുംബവും വിശ്വസിച്ചാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കാര്യം. 1, എഴുതി വെക്കുക. 2, നിങ്ങൾ എഴുതി വെക്കുന്നത്, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. 3 പറയുകയാണ്, നിങ്ങൾ ഈ വരച്ചതും എഴുതിയതും ഇന്ന് നടക്കും നാളെ നടക്കുമെന്നല്ല, അതിലേക്ക് നിങ്ങളെ ബന്ധപ്പെട്ട് ദൈവം കൊണ്ടുപോകും. നിങ്ങളല്ല പോകേണ്ടത്. നിങ്ങൾ കേട്ട വാഗ്ദത്തം അതിന്റെ കറക്റ്റ് സമയത്ത് നടക്കും. പക്ഷേ അതിനു വേണ്ടി നിങ്ങളല്ല ബന്ധപ്പെടേണ്ടത്, ദൈവം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നല്ലൊരു ദൈവം വേറെ ഉണ്ടോ? ഇന്ന് പകരം നീ കേട്ട വാഗ്ദത്തങ്ങളും ദൂതുകളുമെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനും അത് നിന്നെ കാണിച്ചു തരേണ്ടതിനും നീയല്ല ബന്ധപ്പെടേണ്ടത്. ദൈവം പറയുന്നു, ഞാൻ അതിനു വേണ്ടി ബന്ധപ്പെടുകയാണ്. ഞാൻ നിന്നെ വാഗ്ദത്തത്തിന്റെ അകത്തു കയറ്റുവാൻ, നീ കണ്ട ദർശനത്തിനെ നിന്റെ കരങ്ങളിൽ തരുവാൻ, നീ കണ്ട സ്വപ്നത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ രാപകലില്ലാതെ ബന്ധപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിപാടിയാണ് നീ കണ്ട ദർശനം, വെളിപ്പാട്, വാഗ്ദത്തങ്ങൾ, നീ കേട്ട ദൂതുകൾ. ഇതിലോട്ടൊക്കെ നീ ബന്ധപ്പെട്ടത് കൊണ്ട് കയറത്തില്ല. അതിലോട്ട് നിന്നെ ബന്ധപ്പെടുത്തി കയറ്റുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനാണ് ഇപ്പൊ ബന്ധപ്പാട് നിന്നെ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നിന്നെ അനുഗ്രഹിക്കാൻ ആർക്കാണ് ബന്ധപ്പാട്? ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം, ആർക്കാണ് ബന്ധപ്പാട് വാഗ്ദത്തം പ്രാപിക്കാൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ, ദൈവം നിന്നെ നോക്കിയൊരു ദൂത്, ഒരു പ്രവാചകനോ ഒരു പാഷോ, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വചനം ഒരു പ്രകാശമായി വെളിപ്പെട്ട് നിന്റെ ഉള്ളിലങ്ങ് കത്തി നിന്നെക്കുറിച്ചൊരു ദൂത് ദൈവം പറയുകയാണെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് വരുന്നത് ദൈവിക വെളിപ്പാടാ. നിന്നെക്കുറിച്ചുള്ള പ്ലാനാ, പദ്ധതിയാ, ഭാവിയെക്കുറിച്ച്. നിന്നെ ഞാൻ ഇന്നതാക്കും. ഹല്ലേലൂയ. അതിന്റെ ഉത്തരവാദി ആരാ? നീയാണോ? അപ്പൊ പിന്നെ നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? ഈ ദൂത് കേട്ട എത്ര പേരുണ്ട്? ദൂത് കേട്ടിട്ടുള്ളവരൊക്കെ എത്ര? ഞാൻ പ്രവചനം കേട്ടിട്ടുണ്ട്, ദൂത് കേട്ടിട്ടുണ്ട്. എന്നെ വിളിച്ച് കേട്ട് പലരും തലയിൽ കൈവച്ച് വെച്ച് തലയിൽ മുടി പോലും ഇല്ല. അതുപോലെ ഇഷ്ടം പോലെ അല്ലേ പ്രവാചകന്മാരൊക്കെ കൈ വെച്ച് ഇഷ്ടം പോലെ അല്ലേ? എത്ര വർഷം കൊണ്ട് നമ്മൾ ദൂത് കേൾക്കുന്നത് അല്ലേ? ആ ദൂത് ആരാണ്
ഈ ദൂത് നമ്മൾ കേട്ടു. ഈ ദൂതിന്റെ ഉടമസ്ഥനാരാ? വിശ്വാസമുണ്ടോ? ഞാനാണോ അല്ലെങ്കിൽ നമ്മളാണോ അതിന്റെ ഉടമസ്ഥൻ? നിന്നോട് ആരാ ദൂത് പറഞ്ഞത്? ദൈവം. അങ്ങനെയാണെങ്കിൽ ഇത് ആരാ ചെയ്തു തരേണ്ടത്? ദൈവം. പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാ പോരെ? നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ വിശ്വസിക്കുക. കേട്ട ദൂത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. അതിൻ്റെ ദൈവത്തിൻ്റെ ടൈമുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയം വരെ ആ ദൂതിന് വേണ്ടി അത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഹല്ലേലൂയ. പക്ഷെ ആ ദൂതിനകത്ത് നിന്നെ പിടിച്ച് കയറ്റുന്നത് ദൈവമാണ്. ആ ദൂത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ട് തരുന്നത് ദൈവമാണ്. ആ ദൈവമാണ് നിന്നെ ഒരു രാജാവാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. പത്രോസ് യേശുക്രിസ്തുവിനെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ പത്രോസ് മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ അന്ത്രയോസും യോഹന്നാനും കൂടെ ഞാൻ വന്നിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഞാനും അന്ത്രയോസും എന്ത് ചെയ്തു? പിന്നെ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ആരെ കണ്ടാലും സർപ്പസന്തതി എന്ന് വിളിക്കുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആരാണ്? യോഹന്നാൻ സ്നാപകൻ. പുള്ളി വാ തുറന്നാ വിളിക്കുന്നത് ദാ പോകുന്ന ഒരു സർപ്പസന്തതി. ഇതേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പ്രവാചകന്റെ കൂടെയാണ് ആര് നടന്നത്? യോഹന്നാനും അന്ത്രയോസും ഒക്കെ നടക്കുകയാണ്. അവര് കിടുകിട വിറച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ഇത് ശുശ്രൂഷിക്കുന്ന ആരാണ്? യോഹന്നാനാ. യോഹന്നാൻ സ്നാപകനാ. പുള്ളിയുടെ സ്വഭാവം എന്താണ്? പുള്ളി വെട്ടുകിളിയൊക്കെ തിന്നത്തുള്ളൂ, തേനും വെട്ടുകിളിയും തിന്നത്തുള്ളൂ. അദ്ദേഹം തോൽമാറ് കൊണ്ട് പിന്നെ ഇതിനെ ഇത് മറച്ച് പിന്നെ വെട്ടുകിളി തിന്ന് തേനും തിന്ന് ഒരു പ്രത്യേക രീതിയിൽ. അപ്പൻ വേറെ ലെവലാണ്. അപ്പനെ പോലെ അല്ല മകൻ. അപ്പൻ എന്ന് പറഞ്ഞാൽ 45 കോടി രൂപയുടെ വസ്ത്രമാണ് ധരിക്കുന്നത് പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഇത് എന്നെ ലേവി പുരോഹിതനായതുകൊണ്ട് 45 കോടി രൂപ എന്നാണ് പറയുന്നത്. അത്രയും വലിയ ഭയങ്കര ഒരു വസ്ത്രം ധരിക്കുന്നവനാണ് ആര്? അപ്പൻ. അപ്പൻ കഴിക്കുന്നത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കഴിക്കുന്നത്. ഞാൻ ഈ കത്തോലിക്കക്കാരുടെ ഒരു സെമിനാരിയിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞെട്ടി ബോധം കെട്ടു. ഞാൻ ചിന്തിച്ച്, കർത്താവേ ഒരു അച്ഛനായ മതിയായിരുന്നു. കാരണം 2 പോക്കറ്റ് നിറച്ച് ബദാമും അണ്ടിപ്പരിപ്പും. അതുപോലെ തന്നെ അച്ഛന് ഞാൻ ചെന്ന് പറഞ്ഞ തന്നെ ബദാം വാരി തന്നു. ഞാൻ മനസ്സിൽ ഓർത്തു, ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊണ്ട് വിടുതല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ നോക്കിയപ്പോൾ പന്നിയിറച്ചി, പിന്നെ അടുത്ത ഇഡ്ഡലി, ദോശ. അതായത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ 2000 ഐറ്റം. ഞാൻ കണ്ണ് തള്ളിപ്പോയി. ഞാൻ 2-3 ദിവസം റൂം എടുത്ത് അവിടെ തന്നെ അങ്ങ് താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരണം അതുപോലെ അങ്ങ് ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും എന്തോ റോയൽ ലൈഫാ. അതാണ് പുരോഹിതന്മാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഇന്ന് അങ്ങനെയാണെങ്കിൽ പണ്ട് എങ്ങനെയായിരിക്കും? പ്രൈസ് ദി ലോർഡ്. അത്ര ഭയങ്കര മൃഷ്ടാന ഭോജനം, രാജകീയ ഭോജനം. അത് കഴിക്കുന്ന അപ്പന്റെ മകൻ കഴിക്കുന്നത് വെട്ടുകിളി. ഹല്ലേലൂയ. നിങ്ങൾക്ക് തൻ്റെ ഇടോ ധൈര്യമുണ്ടോ? നിങ്ങൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു. രാജകീയമായൊരു ഒരു കുടുംബത്തിൽ, കൊട്ടാരം പോലെയുള്ള വീട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും നിങ്ങളുമൊക്കെ വളരെ ഒരു റോയലിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവം പറയാണ് ഇതെല്ലാം വിട്ടിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. കറിയൊക്കെ പൊക്കുന്നത് വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കര പൊക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇതൊക്കെ വിട്ടിട്ട് വരുമോ? ഇതൊക്കെ പ്രാപിക്കാനല്ലേ ഇപ്പൊ നമ്മൾ നടക്കണത്. നമ്മൾ നടക്കുന്നതേ രാജാക്കന്മാരെ പോലെ നല്ല ഫുഡ് അടിച്ച് കിടക്കാൻ നമ്മൾ ഈ നന്മയൊക്കെ വിട്ടിട്ട് വരുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ യോഹന്നാൻ സ്നാപകൻ വ്യത്യസ്തനാണ്. ഒരു വ്യത്യസ്തനാകാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അപ്പന്റെ വസ്ത്രം എനിക്ക് വേണ്ട, അപ്പന്റെ ഫുഡും എനിക്ക് വേണ്ട, അപ്പന്റെ വസ്തുവും എനിക്ക് വേണ്ട, അപ്പൻ്റെതായ ഒന്നും വേണ്ട, പൗരോഹിത്യവും വേണ്ട. ലേവി ഗോത്രത്തിലാണ് പിറന്നതെന്നുള്ള പാരമ്പര്യം പറയാൻ ഞാൻ തയ്യാറല്ല. എന്നെ വിളിച്ച എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു മരുഭൂമിയെ ജീവിക്കാൻ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു നീ വെട്ടുകിളിയെ തിന്നാൻ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ഈ തേനിനെ കഴിക്കുവാൻ. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ഈ വസ്ത്രം നീ ഉടുക്കാൻ. അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു തലമുറ,
വേറൊരാളിനെ അനുകരിക്കാതെ, വേറൊരു പാസ്റ്ററെ അനുകരിക്കാതെ, എന്നെ വിളിച്ച വിളിക്കകത്ത് തന്നെ ഞാൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വേറെ ആരും ചെയ്യാത്തത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. നമ്മളെല്ലാം അനുകരിക്കുന്നവരാണ്. നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കും. എനിക്ക് ആ ഭാഷ പോലെ വേണം, ഈ പാസ്റ്ററെ പോലെ ആകണം, എനിക്ക് പാസ്റ്റർ ക്രിസ് ആകണം, എനിക്ക് പാസ്റ്റർ ബെന്നിഹിന്നെ ആകണം, എനിക്ക് സുരേഷ് ബാബു ആകണം, എനിക്ക് അല്ലെങ്കിൽ ഇന്ന ആളാകണം. പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത ഒരു സ്പെഷ്യലായിട്ട് അഭിഷേകമാണ്. നമ്മളെ ദൈവം വിളിച്ചത് ഒരു സ്പെഷ്യലായ ഒരു അഭിഷേകമാണ്. ഹല്ലേലൂയ. നമ്മൾ ആരും മറ്റുള്ളവരെ അനുകരിക്കേണ്ടവരല്ല. നമ്മളെ ദൈവം വിളിച്ച വിളിക്കകത്ത് നമ്മൾ നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിന്നിലൂടെ ആരും കാണാത്തതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. ഒരു ഫലപ്രദമായ ശുശ്രൂഷകനായി ദൈവം മാറും. ഹല്ലേലൂയ. അപ്പനെ പോലെ ആകാനല്ല. ഇന്ന് പറഞ്ഞാട്ടെ, പാരമ്പര്യം ഇന്ന് പകൽ വെട്ടി മാറ്റുകയാണ്. നിന്റെ പാരമ്പര്യം നിന്റെ അപ്പൻ കാണിച്ചെന്ന വഴിയിലല്ല, നിന്റെ അപ്പൻ ജീവിച്ചതുപോലെയല്ല, നിന്റെ അപ്പൻ പോകുന്ന പള്ളിയിലല്ല, നിന്റെ മാതാവ് പോകുന്ന പള്ളിയിലല്ല, നിന്റെ മാതൃസഭയിലല്ല, നീ ജനിച്ചപ്പോ കണ്ട സ്ഥലത്തല്ല. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് ഇറക്കി. ദൈവം നിനക്കൊരു വെളിപ്പാട് തന്ന, നിനക്ക് പേഴ്സണലായിട്ട് ദൈവം നിന്നോട് സംസാരിച്ച് ഒരു ദൈവ ശബ്ദം കേട്ട് നീ മാനസാന്തരപ്പെട്ട് ഇറങ്ങിയാൽ നീ ഫലമുള്ള വൃക്ഷമായി മാറും. നിന്റെ യാത്രകൾ വ്യത്യസ്തമാകും, നിന്റെ വസ്ത്രധാരണം വ്യത്യസ്തമാകും, നിന്റെ ഫുഡ് വ്യത്യസ്തമാകും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് ചിലർ പാരമ്പര്യങ്ങളെ വിടട്ടെ. ഹല്ലേലൂയ. അപ്പൊ പാരമ്പര്യങ്ങൾക്കകത്ത് നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു പ്രശ്നമില്ലാതെയൊക്കെ യോഹന്നാൻ എന്ത് ചെയ്തു? ജനിച്ചപ്പോ തന്നെ ആ കുഞ്ഞ് അപ്പന്റെ കെട്ടുപൊട്ടിച്ചവരാ. ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഈ അപ്പൻ പിന്നെ ഈ കുഞ്ഞ് എന്തായി തീരും എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? അപ്പൻ ആ കുഞ്ഞിന്റെ പേരെഴുതി. ആ പേരെഴുതിയപ്പോഴേ അപ്പന്റെ കെട്ടുപൊട്ടി, നാവിന്റെ കെട്ടുപൊട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. രാവിലെ എഴുന്നേറ്റ് പുരോഹിതനായ സെക്കറിയാവ് മക്കളൊന്നുമില്ല, എലിസബത്ത്. എന്നാൽ എലിസബത്തിനെ എന്ത് ചെയ്തു? എലിസബത്തിനെ കണ്ട് സെക്കറിയ പറഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്ക് പോവുക. ചില ആൾക്കാരുണ്ടല്ലോ, ഈ ഒരു ഉത്സാഹവും ഇല്ലാത്ത രീതിയിൽ എവിടെ പോകണം? ഞാൻ ചർച്ചയിൽ പോകുന്നു. ഒരു ഉത്സാഹമില്ല, ഒരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഞായറാഴ്ചയാണ്, ക്രിസ്ത്യാനിയാണ്, നാട്ടുകാരെന്ത് വിചാരിക്കും? ഒന്ന് പോയിരിക്കാം. അവിടെയാണെങ്കിൽ AC ഉണ്ട്, ഒരു സൈഡിൽ ചെന്ന് തൂണിൻ്റെ മറവിലിരുന്ന് ഉറങ്ങുകയും ചെയ്യാം. കോട്ടുവായിടുന്ന എണ്ണത്തിന് ഭയങ്കര വേണ്ട, അടുത്തിരിക്കുന്നവരാണ് എണ്ണുന്നത്. അതുപോലെയാണ് കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നത്. ഉറക്കം തന്നെ. കണ്ണടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ, കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. ചിലരും 3-ാം സ്വർഗം വരെയൊക്കെ പോയിട്ട് വരും. നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് ആശീർവാദം പറയുമ്പോൾ ഇവർ 3-ാം സ്വർഗമൊക്കെ കണ്ടിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ ചെന്നിരിക്കുക. അങ്ങനെയുള്ളവരാണ്. ഇതുപോലെ തന്നെ സെക്കറിയാവിന് മിനിഷി ചെയ്ത് അങ്ങ് മടുത്തു. കാരണം മിനിഷി ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, എല്ലാ വർഷവും പോകും, അകത്ത് കയറും, അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലും, താൻ ധൂപക്കുറ്റിയൊക്കെ എടുത്ത് വീശും, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ തൻ്റെ ഉള്ളിലൊരു സന്തോഷമില്ല. ഹല്ലേലൂയ. ഉള്ളിലൊരു സന്തോഷമില്ല. നിങ്ങളെ പലരുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷമില്ലെന്ന് എനിക്കറിയാം. എന്നാണ്ട് ആ സഹോദരൻ്റെ ചിരി കണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത്. എന്നാൽ പലരുടെയും ഫേസ് കാണുമ്പോൾ ആലയത്തിലായിരിക്കുന്ന വചനമാണ് കേൾക്കുന്നതെങ്കിലും ഉള്ളിലൊരു സന്തോഷമില്ല. അതുപോലെയാണ് സെക്കറിയാവിൻ്റെ ലൈഫും. കാരണം വർഷങ്ങളായി പുരോഹിതനാണ്. അപ്പൻ പുരോഹിതൻ, അപ്പൻ്റെ അപ്പൻ പുരോഹിതൻ, അപ്പൻ പുരോഹിതൻ, എല്ലാവരും പുരോഹിതൻ, ഞാനും പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളി പോകുന്നു, പൗരോഹിത്യം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. വീട്ടിൽ വരുമ്പോൾ കളിക്കാനും ചിരിക്കാനും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു കൊഞ്ചലും ഒന്നും അവിടെ ഇല്ല. രണ്ടുപേരും വർഷങ്ങളായി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. എന്നാൽ ഉപജീവന മാർഗത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വയറിന് വേണ്ടി ശുശ്രൂഷിക്കുക. ആ ഒരു ഗതികേട് നിൽക്കുമ്പോൾ പുള്ളി ഒരു ദിവസം ചെന്ന് കയറി, അകത്ത് കയറി. ഒരു ദൂതൻ അവിടെ നിൽക്കുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഡോറ് തുറന്ന്, ഇന്ന് അവിടെ പോയി ഒരു ഇതുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരു ദൂതം നിൽക്കുന്നു. അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പം തന്നെ ബോധം കെട്ട് തറ വീഴും, അല്ലേ? അടുത്ത ആംബുലൻസ് വിളിക്കും, നമ്മൾ കൊണ്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ല. ദൂതനെയൊക്കെ കാണുമെന്നൊരു പ്രതീക്ഷയില്ല. ദൈവത്തെ കാണുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഒട്ടുമില്ലല്ലേ? ഹല്ലേലൂയ. അപ്പോൾ മഹേന്ദ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. അനുഭവം ഇറങ്ങി ഓടും, അല്ലേ? കാരണം നമ്മൾ വിശ്വാസികളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ പരിചയമില്ലാത്തത് കൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്
നമുക്കാർക്കും ദൂതനെ കാണുമെന്നോ യേശു വരുമെന്നോ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഭൂതത്തിനെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് അല്ലേ? രാത്രി കടന്നു, എന്ത് ചെയ്തു? പെട്ടെന്ന് അടുത്ത് എന്തോ ഒന്ന് അനങ്ങുന്ന ഒരു കറുത്ത രൂപം, ചാടി എഴുന്നേറ്റ് നിലവിളി. ഒരു ദിവസം ഞാൻ രാത്രി എവിടുന്നോ പോയിട്ട് നെട്ടച്ചിറ ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് വന്നപ്പോൾ ഒരു കിലോമീറ്റർ ദൂരെ നല്ല വെളിച്ചമുണ്ട്. നല്ല നിലാവെളിച്ചത്തിൽ ഒരു വെളുവെളുത്ത രൂപം ഇങ്ങനെ നിൽക്കുന്നു. 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ആ രൂപം മാറാത്തതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഒരു വാഴയില അതിൻ്റെ കൂമ്പ് ഒടിഞ്ഞു കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഭൂതമായിരിക്കുമെന്ന്. അപ്പൊ നമ്മളെല്ലാവരും കാണാൻ സാധ്യതയുള്ളത് എന്താണ്? മാടനരി. വെളിയിറങ്ങി നിൽക്കുമ്പോൾ ഒരു പന്തം പോകുന്നു, പ്രൈസലോ, മാടെന്താ പോകുന്നു, ഭൂതം പോകുന്നു. പക്ഷെ നമ്മളാരും ഇന്ന് വരെ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവശബ്ദം കേട്ടിട്ടില്ല, പ്രൈസലോ, ദൂതന്മാരെ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടവരുണ്ട്, കാണാൻ താല്പര്യമുള്ളവരുണ്ട്, ഈ ആരാധനയ്ക്കകത്ത് തന്നെ കണ്ടവരുണ്ട്, വെളിപ്പാട് കണ്ടവരുണ്ട്, ദൂതനെ കണ്ടവരുണ്ട്, ദൈവത്തെ കണ്ടവരുണ്ട്, കാണാൻ വേണ്ടി വരുന്നവരുണ്ട്, പ്രതീക്ഷയുള്ളവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് പകല് ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും വന്നായാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ദൈവത്തിന് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെക്കറിയാവിനെ സംബന്ധിച്ച് പുരോഹിതനാണ്, പ്രൈസ് ദി ലോർഡ്. എലിസബത്ത് പുരോഹിതന്റെ ഭാര്യയാണ്. പക്ഷെ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമെന്ന്. വർഷങ്ങളായി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം ദാ പൗരോഹിത്യം ചെയ്യാൻ വന്ന സെക്കറിയാവിന്റെ ഫ്രണ്ടിൽ ദൂതൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയണം, വർഷങ്ങളായി പ്രാർത്ഥിച്ച് മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ എന്റെ ദൈവം ഒരു ദൂതനെ ഇറക്കി മറുപടി തരാൻ പോയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തവും ദൂതും നടപ്പിലാക്കേണ്ടത് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് ഇന്ന് ബലാത്കാരമായി ഫോഴ്സ്ഫുള്ളി ദൈവം നിന്റെ ലൈഫിൽ കയറി വരാൻ പോകുന്നു. ആ വാഗ്ദത്തം വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവം അതിലേക്ക് തിടുക്കമായി ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, ദൈവം വളരെ ശക്തമായി തിടുക്കത്തിൽ വേഗത്തിൽ ഫോഴ്സ്ഫുള്ളി ബലാത്കാരമായി നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് കേറി വരാൻ പോകുന്നു. ഹല്ലേലൂയ ജീസസ്, പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എന്നോട് പറയാണ്, പെട്ടെന്ന് ബലാത്കാരമായി തിടുക്കത്തിൽ ദൈവം ചിലർക്ക് മറുപടി തരാൻ പോകുന്നു. എല്ലാവരും പറഞ്ഞ തിടുക്കത്തിൽ, പെട്ടെന്ന്. അടുത്തിരിക്കുന്നവരെ നോക്കി, പെട്ടെന്ന് നിന്റെ ലൈഫിൽ തിടുക്കത്തിൽ ദൈവപ്രവൃത്തികൾ, പെട്ടെന്ന് ചില വിടുതലുകൾ, പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ. നീ പ്രാർത്ഥിച്ച് മടുത്ത വിഷയത്തിൽ, നീ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ, നീ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. യെസ്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോയ. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, സെക്കറിയാവേ എന്ന് വിളിച്ചു. സെക്കറിയാവിന്റെ ശരീരം മുഴുവൻ കോരിത്തെരിച്ച് മരവിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഞാൻ ഒരു സന്തതിയെ തരാൻ പോവുകയാണ്. അവൻ കർത്താവിന്റെ വഴി ഒരുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. എല്ലാം കേട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നായി. തക്ക സമയത്ത് നിവർത്തിക്കേണ്ട ദൈവിക ദൂതിനെ, ആലോചനയെ നീ അവിശ്വസിച്ചത് കൊണ്ട് അത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ നിന്റെ നാവ് ഇനി ചലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്ന ചില പ്രവചന ദൂതുകളെ ആമേൻ പറഞ്ഞ് നീ ഏറ്റെടുത്തോളണം. നീ അതിനെ അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ, ഒരു ദൂത് പറഞ്ഞാൽ, അത് നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമല്ല പറയുന്നത്, ദൈവത്തിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണ്. അത് നിന്റെ പോക്കറ്റിലെ കാലിയായ പോക്കറ്റ് കണ്ടല്ല പറയുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് കണ്ടിട്ടല്ല ദൈവം അത് ദൂത് പറയുന്നത്, നിന്റെ ശരീരം കണ്ടിട്ടല്ല, നിന്റെ പ്രായം നോക്കിയല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതിന് പ്രവചനത്തിന് പ്രായ പരിധികളില്ല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ, ഡോക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞാൽ 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, 50 ഇനിയിപ്പം മക്കളൊന്നും ഉണ്ടാകത്തില്ല, തലമുറയൊന്നും ഉണ്ടാകത്തില്ല, പ്രായം കഴിഞ്ഞു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രം പറയുന്നത് എത്ര വയസ്സായി? 40 വയസ്സ്, 45. ഇനിയിപ്പം വലിയ ബുദ്ധിമുട്ടാണ്, ഇനിയിപ്പോൾ ഒരു ഗർഭധാരണത്തിനുള്ള സമയമല്ല എന്ന് എല്ലാ ഡോക്ടേഴ്സും
അത് പറയും. അത് കാരണം ലോകം അത് പറയും, ജഡം അത് പറയും, ശാസ്ത്രം അത് പറയും. പക്ഷെ ദൈവം എന്ത് പറയും? 99 വയസ്സായാലും 75 വയസ്സായാലും ദൈവം പറയും, ഇനിയും എനിക്ക് പ്രവർത്തിക്കാൻ ശക്തിയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്റെ ദൈവം ഇന്ന് പകല് ലോകവും ശാസ്ത്രവും സയൻസും നിന്റെ പ്രായം നോക്കി, പരിധി നോക്കി, നിന്റെ ത്വക്ക് നോക്കി, നിന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നോക്കി പറയുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയുന്നത് നിന്റെ സാഹചര്യങ്ങളെ കണ്ടിട്ടില്ല, നിന്റെ ശരീരത്തിലെ ആരോഗ്യം കണ്ടിട്ടല്ല, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എന്റെ ദൈവം പറയുന്ന ദൂതുകൾ അസാധ്യമായ ദൂതുകൾ, അത്ഭുതകരമായ ദൂതുകൾ, സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ ഇന്ന് പകൽ ശൂന്യമായിരിക്കുന്ന നിന്നെ നോക്കി എന്റെ ദൈവം പറയാൻ പോയ. അതാ ദൈവത്തിന്റെ പ്രത്യേകത. ഡോക്ടർമാര് പറയും 40 45 വയസ്സായി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം പറയും, ഇനിയാ ഞാൻ തുടങ്ങാൻ പോകുന്നത്. ലോകം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തുടങ്ങുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു മാത്രം. ഈ ലോകം തീർന്നു, തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ ഈ ലോകവും നിയമങ്ങളും അഡ്വക്കറ്റും കോടതികളും ഡോക്ടേഴ്സും എല്ലാവരും തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തിയുള്ള കരം കൊടുങ്കാറ്റ് പോലെ ചലിക്കാൻ പോവുക. In the name of Jesus. അസാധ്യമായ ദൈവപ്രവൃത്തി ചിലരുടെ ജീവിതത്തെ നോക്കി ആത്മാവ് കൽപ്പിക്കുന്നു. ലോകം മതി തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ ദൈവം പറയും, നിന്റെ ലൈഫില്, നിന്റെ ജീവിതത്തില് ഇതാ ചില പുതിയ സീസണുകൾ സ്റ്റാർട്ടാകാൻ പോവുക. ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ ഭവനങ്ങൾ, പുതിയ ചില ബിസിനസ്സുകൾ, പുതിയ ചില ശുശ്രൂഷകൾ, പുതിയ ചില യാത്രകൾ, വിവാഹങ്ങൾ, തലമുറകൾ. ഇപ്പോൾ അതിന്റെ കെട്ടുകളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. ആ തലമുറയാണ് ഉണ്ടായപ്പോൾ യോഹന്നാനോട് നാട്ടുകാർ ചോദിച്ചു, ഈ കുഞ്ഞിന് എന്ത് പേരിടണം? പറയാൻ വായില്ല, നാവില്ല. എന്ത് ചെയ്യുന്നു? ഉടനെ എഴുതി യോഹന്നാൻ. കെട്ടുപൊട്ടി. അപ്പന്റെ കെട്ടുപൊട്ടിക്കുന്ന തലമുറകൾ ഈ സഭയ്ക്ക് അന്ന് എഴുന്നേക്കാൻ പോവുക. ചില അപ്പന്മാരുടെ മാനസാന്തരത്തിന്, അപ്പന്മാരുടെ ബീഡി വലി മാറാൻ, അപ്പന്മാരുടെ സിഗരറ്റ് വലി മാറുവാൻ, അപ്പന്മാരുടെ ശാപം പൊട്ടുവാൻ, അപ്പന്മാരെ നേർവഴിക്ക് നടത്താൻ, അപ്പന്മാരുടെ എല്ലാ പിശാച് പിടിച്ച സ്വഭാവങ്ങളെ വെട്ടിക്കളയുവാൻ, പാരമ്പര്യം അന്നും ഇന്നും എന്നെയും നിന്നെയും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പിതാക്കന്മാരുടെ പാരമ്പര്യ പൈശാചിക ശക്തികൾ, കൊലപാതകത്തിന്റെ ശക്തികൾ, വയലന്റ് സ്പിരിറ്റുകൾ, മദ്യപാന ശക്തികൾ, ചീട്ടുകളിയുടെ സ്പിരിറ്റുകൾ, അങ്ങനെ തുടങ്ങി പല മേഖലകളും ഇന്നും എന്നെയും നിന്നെയും മുന്നോട്ട് വിടാത്ത ചില പാരമ്പര്യ പൈശാചിക ശക്തികളെ എന്റെ ദൈവം വെട്ടി ദൂരെ കളയാൻ പോവുകയാണ്. ഗിദെയോന്റെ പിതൃപാരമ്പര്യങ്ങളെ തകർത്ത ദൈവം. എപ്പോഴും നിങ്ങൾ ഈ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കയറി മുന്നോട്ട് പറക്കാൻ പറ്റാത്തത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ആ പഴയ ട്രഡീഷണൽ പാരമ്പര്യ പൈശാചിക ശക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മാനസാന്തരമില്ലായ്മ, അവരുടെ വിഗ്രഹാരാധന, അവരുടെ നടപ്പ് ശരിയല്ലാത്തത്, അവരുടെ പ്രവൃത്തി ശരിയല്ലാത്തത്, അവരുടെ ചിന്താഗതികളാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ശാപമായി ഇന്നും കിടക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവം സീസൺ വരുമ്പോൾ ആ പാരമ്പര്യ പൈശാചിക ശക്തികളെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് നിന്നെ പുറത്ത് കൊണ്ടുവരും. ഇതാ യോഹന്നാൻ സ്നാപകനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് അപ്പൻ എന്ന് പറയുന്ന പൗരോഹിത്യത്തിന്റെ അകത്ത് കിടക്കുന്ന അവിശ്വാസിയായ ശുശ്രൂഷകനാണ്, പാസ്റ്ററാണ്. ഒരു വിശ്വാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസവും ഇല്ല. ദൈവത്തെ കാണുമെന്ന് വിശ്വാസമില്ല. പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് വിശ്വാസമില്ല. ദൂതനെ കാണുമെന്ന് വിശ്വാസമില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പുരോഹിതന്റെ കുടുംബത്തിനകത്ത് നിന്ന് തീ മാറുന്ന ശുശ്രൂഷകനായി, പ്രവാചകനായി, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു അഗ്നി ശുശ്രൂഷകൻ പുറത്തു വരികയാണ്. ആ വ്യക്തി ഒരു മനുഷ്യനെ ഭയപ്പെടുന്നവനല്ല, രാജാക്കന്മാരെ ഭയപ്പെടുന്നവനല്ല, ഇസബേലിയ ശക്തികളെ ഭയപ്പെടുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ രാജാവിനെ നോക്കി പറയാ, നീ വ്യഭിചാരിയാണ്. പ്രൈസ് ദി ലോർഡ്. രാജ്ഞിയെ നോക്കി പറയാ, നീ വ്യഭിചാരിയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും നോക്കി പറയാ, നീ മദ്യപാനിയാണ്.
പാപം ചെയ്യുന്നവനെ നോക്കി അവൻ പറയുകയാണ്, നീ സർപ്പസന്തതിയാണ്. ഹല്ലേലൂയ. പേടിയില്ലാത്തൊരു തലമുറ, പ്രൈസ്, ഭയമില്ലാത്ത തലമുറ, മനുഷ്യന്റെ മുഖം നോക്കാത്ത തലമുറ, ദൈവത്തെ ഭയപ്പെടുന്നൊരു തലമുറ. ആ തലമുറയാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, ശക്തമായി പ്രസംഗിച്ചുകൊണ്ട്, മാനസാന്തരപ്പെടുവീൻ, ഹല്ലേലൂയ, കാലം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരത്തിന്റെ ശുശ്രൂഷ ഭയങ്കരമായി യോഹന്നാൻ സ്നാപകൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 30 വയസ്സ് പ്രായമുള്ള നിറ യൗവനം തുളുമ്പുന്ന സൗന്ദര്യമുള്ള 10,000-ങ്ങളിൽ സുന്ദരനായ ഒരു വ്യക്തി ഇതാ കയറി വരികയാണ്. ആ വ്യക്തിയെ കണ്ടപ്പോൾ സർപ്പസന്തതി എന്ന് വിളിച്ച് മാനസാന്തരത്തിന്റെ പ്രസംഗം നടത്തിയ യോഹന്നാന്റെ ലെവല് മാറി. അതാ തിരിഞ്ഞ് ആ കോമളനായ മനുഷ്യനെ നോക്കി പറയുകയാണ്, ഇതാ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടിനെ ഞാൻ കാണുകയാണ്. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ ഇവൻ തീ കൊണ്ടും വെള്ളം കൊണ്ടും മാത്രമല്ല തീയാലും പരിശുദ്ധാത്മാവിനാലും ഇവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് ആ കോമളനായ സുന്ദരനായ ആ വ്യക്തി 10,000-കണക്കിന് ആൾക്കാരുടെ ഇടയിലൂടെ വന്നപ്പോൾ ഇത്രയും പേരെ നോക്കിയിട്ട് പറയാത്തൊരു ദൂത്, ആദ്യമായൊരു പോസിറ്റീവ് ദൂത് പറയാണ് യോഹന്നാൻ. അന്ന് വരെ പറഞ്ഞ എല്ലാം നെഗറ്റീവാ, നീ തട്ടിപ്പോകുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയാണ്, ഇതാ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ഈ വരുന്ന ആൾ വെള്ളം കൊണ്ടല്ല പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്ന ഈ വ്യക്തി ഇതാ വരികയാണ്. ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൂതും വെളിപ്പാടും കണ്ട് കേട്ട ജനമെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ 10,000-ങ്ങൾ സുന്ദരനായ യേശു ക്രിസ്തു നടന്നു വരികയാണ്. അടുത്ത ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ആ വ്യക്തി കയറി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി ചോദിച്ചു, നിന്നാൽ സ്നാനം നടത്തി കഴിക്കാൻ ഞാൻ തയ്യാറാണ്, നീ റെഡിയാണോ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് അത് വേണോ? അത് വേണം, അത് തിരുഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു, സ്വർഗം തുറന്നു. എന്നിട്ട് പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. പ്രൈസ്. ഈ ശബ്ദം കേട്ടപ്പോൾ, ഈ അടയാളങ്ങൾ കണ്ടപ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകന്റെ കൂടെ നിന്ന ശിഷ്യന്മാരെല്ലാം ആ യോഹന്നാനോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ വരുവാനുള്ള മശിക, വരുവാനുള്ളവൻ ഇവനാണോ? നീ ഇവന് വേണ്ടിയാണോ വഴിയൊരുക്കാൻ വന്നത്? ഇവനെ ഞങ്ങൾ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പാർട്ടി. അപ്പോഴാണ് തിരിഞ്ഞ് 2 പേര് യേശുവിന്റെ കൂടെ പോവുകയാണ്. യോഹന്നാനും ഹല്ലേലൂയ അന്ത്രയോസും പോയിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് താമസിക്കുന്നത്? യേശു കർത്താവ് പറയാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ വസിപ്പാൻ സ്ഥലമില്ല, വന്ന് കാണുവിൻ. ഇന്ന് പകൽ വന്ന് കാണാൻ വിളിക്കുക. വീട്ടിൽ ഇരിക്കുന്നവനൊന്നും അല്ല വിടുതല്. ഇന്ന് വന്ന് കാണാൻ വന്നിരിക്കുന്ന നിനക്കൊരു വിടുതൽ സംഭവിക്കാൻ പോവുക. കർത്താവ് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, വരുവിൻ, കാണുവിൻ. എന്റെ കൂടെ ഒന്ന് വന്നു നോക്ക്, എന്റെ ഭവനത്തിൽ വന്നു നോക്ക്, എന്റെ കൂടെ ഒന്ന് നടന്നു നോക്ക്, എന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്ക്. അപ്പോൾ കാണാം ഞാൻ ആരാണെന്ന്. എന്റെ ശബ്ദം, എന്റെ ശക്തി നീ തിരിച്ചറിയും, എന്റെ പ്രവൃത്തി നീ തിരിച്ചറിയും. ഇന്ന് പകൽ കർത്താവ് പറയാണ്, വന്ന് കാണുമേ, വന്ന് കാണുമേ. ചില വ്യക്തികളോട് ആത്മാ പറയുകയാണ്, നിനക്ക് ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ വന്നൊന്ന് നോക്ക്, വന്നൊന്ന് കാണുമേ. നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോയാൽ ആത്മാ പറയുന്നു, വന്ന് കാണുമേൻ, ദൈവത്തിന്റെ ഗ്ലോറി നീ കാണാൻ പോയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 പേര് ചെന്ന ഈ യേശുക്രിസ്തുവിന്റെ കൂടെ പോയപ്പോൾ അവർക്ക് മനസ്സിലായി, ചെന്ന് കയറുന്നിടമാണ് പുള്ളിയുടെ വാസസ്ഥലം. എവിടെയാണെന്ന് സ്ഥിരമായി ഒന്നുമില്ല, പക്ഷെ എവിടെയാണെങ്കിലും പ്രൊവിഷൻ ഉണ്ട്, എവിടെയാണെങ്കിലും നിറവുണ്ട്, എവിടെയാണെങ്കിലും സ്വർഗത്തിൽ കിടക്കുന്നത് പോലെയാണ്. എവിടെയാണെങ്കിലും യേശു കൂടെ ഉള്ളത് കൊണ്ട് സ്ഥലം ഒരു വിഷയമല്ല, സമയം ഒരു വിഷയമല്ല, ഹല്ലേലൂയ, മരുഭൂമി ഒരു വിഷയമല്ല, കാലം ഒരു വിഷയമല്ല. എന്താണെങ്കിലും യേശു കൂടെ ഉണ്ടെങ്കിൽ മരുഭൂമിയും വിഷയമല്ല, ലേറ്റായോ അതൊരു വിഷയമല്ല. ഒന്നും വിഷയമല്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു വിഷയമേ അല്ല. നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിന് കാരണം യേശു നിന്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. ഈ ദൈവം കൂടെ ഇല്ലാത്തവർക്കാണ് എല്ലാം വിഷയം. നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞു നടക്കും. അവൻ അത് പറഞ്ഞു, ഇവൻ ഇത് പറഞ്ഞു, കണ്ടവൻ്റെയൊക്കെ കാര്യത്തിൽ ഇടപെട്ടു.
പണ്ട് ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് ചർച്ചിൽ വന്നിട്ട് പോയപ്പോൾ പണ്ടത്തെ വലിയൊരു ചീട്ട്. ഈ ചീട്ടുകളി ലോകത്തിലെ നമ്പർ 1 പൊട്ടന്മാർ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. കാരണം എല്ലാവർക്കും അറിയാം 9-നേക്കാൾ വലുതാണ് 10. പക്ഷെ ചീട്ട് കളിക്കാർ 9 ഇട്ട് 10 വെട്ടും. മണ്ടന്മാര്, പൊട്ടന്മാരുടെ കളിയാണ് ചീട്ടി. അപ്പൊ ഈ ചീട്ട് കളിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ചീട്ട് കളിച്ചുകൊണ്ടിരുന്നവന്റെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ച മാനസാന്തരം സ്നാനപ്പെട്ട ചീട്ട് കളിക്കാരൻ, പണ്ടത്തെ ചീട്ട് കളിക്കാരൻ അവിടെ ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞ് അതിറ ഇതിറ എടേ അതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഒരുത്തൻ ചാടി ഒരറ്റയാടി. എന്ത് ചെയ്തു? ആ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട് നിന്ന കടന്തലും തേനീച്ച എല്ലാം ചെവി കൂടെ ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മള് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ നീ പഴയതുപോലെ നടക്കരുത്, പഴയതുപോലെ ചിന്തിക്കരുത്, പഴയതുപോലെ ജീവിക്കാൻ ശ്രമിക്കരുത്. നിന്റെ കടന്തലെല്ലാം വെളിയിൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും കർത്താവുമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ പോയ വഴിയിൽ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, പത്രോസ് അല്ലെന്ന് ശീമോൻ. അയാളുടെ അർത്ഥം തന്നെ എന്താണ്? ചായുന്ന ഓട. അങ്ങോട്ട് ഊതിയാൽ ഊതുമ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് ആ ആരാധനയെല്ലാം കഴിഞ്ഞ് നല്ല ഫയറായിട്ട് വെളിയിറങ്ങണതും ഒരു വെള്ളമടിക്കാരനെ കാണും. ഇടയിൽ ഒരു പെഗ് അടിക്കാം, കുഴപ്പമില്ല, ആരും കാണണ്ട, തലയിൽ കൂടെ തുണിയിട്ട് നമുക്ക് സവാരി കയറി ഒരു പെഗ്, ചെറിയ ഒരു പെഗ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു തണുപ്പല്ലേ, ചെറിയൊരു സിഗരറ്റ് കയ്യിലിരിക്കട്ടെ, ഒന്ന് തീ പിടിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരിക്കലും എരിയാത്തൊരു തീ നിനക്കായി കാത്തു വെച്ചിട്ടുണ്ട്. ഒരു ഘട്ടം സിഗരറ്റ് മാറ്റി വേണം ഇവിടുന്ന് പോവാൻ. ഒരു 2-3 ലോഡും കൂടെ കൊണ്ട് നീ പൊയ്ക്കോ. അവിടെ ചെന്നിരുന്ന നിനക്ക് എന്ത് ചെയ്യാം? തീ ഇഷ്ടം പോലെ ഉണ്ട്. തീപ്പട്ടി വായിക്കണ്ട, സിഗരറ്റ് ലാപ്പ് വേണ്ട, ചുമ്മാ സിഗരറ്റ് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ ശരീരത്തിൽ വേണമെങ്കിലും അത് തീ കത്തും, മൊത്തം തീയാണല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാം അപ്പൊ അങ്ങനെ ഒരു 2 പേരും കൂടെ ചെന്ന് പിന്നെ എന്നോട് ഇയാളോട് പറഞ്ഞു, ഞങ്ങൾ ഒരു നല്ല ഗുരുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, ഞാനും വരും അടുത്ത ആഴ്ച. ഈ കാണാൻ വേണ്ടി വന്നു. കാണാൻ വേണ്ടി വന്നപ്പോൾ യേശു കർത്താവ് കണ്ട ഉടനെ തന്നെ ആ പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ കേഫാവായി മാറാൻ പോവുക, നീ പെട്രയായി മാറാൻ പോവുകയാണ്. നിന്റെ പേരെന്ന് പറയുന്നത് ശീമയോൻ എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചായുന്ന ഓട. പക്ഷെ ഞാൻ നിന്നെ ഒരു പാറയാക്കി മാറ്റാൻ പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് ഊതിയാൽ അങ്ങോട്ട്, ഇങ്ങോട്ട് ഊതിയാൽ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പരദൂഷണം പറയുന്നവനെ കണ്ട പരദൂഷണം പറഞ്ഞ് കളിയാക്കുന്നവനെ കണ്ട കളിയാക്കി ഇങ്ങനെ നാണം കെട്ടവനായി നടക്കുന്ന നിന്നെ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു പാറയാക്കി മാറ്റാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റാൻ പോകുന്നു. ഞാൻ ഇന്നു മുതൽ നീ ഒരു ഓടയല്ല, നീ ചായുന്നവനല്ല, ഉറപ്പില്ലാത്തവനല്ല, സുവിശേഷ വേലയ്ക്ക് വിളിച്ചാലും വേണോ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല, ഒരു മെസ്സേജ് തന്നാലും പറയണോ പറയണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല, ഒരു ശുശ്രൂഷ കിട്ടിയാലും പോണോ പോണ്ടേന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല, ഒരു ജോലി വന്നാലും ജോലിക്ക് പോണോ പോണ്ടേന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിലെ സകല മേഖലകളിലും ആടി ഒലഞ്ഞ് നിൽക്കുന്നവനല്ല. ഞാൻ നിന്നെ ഉറപ്പുള്ള പാറയാക്കി മാറ്റാൻ പോകുന്നു. ഞാൻ നിന്നെ കേഫാവാന്ന് വിളിക്കാൻ പോകുന്നു. ഞാൻ നിന്നെ പെട്രയാക്കി മാറ്റാൻ പോകുന്നു. നീ ഇന്ന് മുതൽ ഒരു പാറ കഷണമായി മാറാൻ പോകുന്നു. ഞാനും ഒരു പാറയാണ്, നീ ഒരു പാറയാണ്. യുഗങ്ങളുടെ പാറയായ ക്രിസ്തു അന്ന് പകൽ മറ്റൊരു പാറയെ തിരഞ്ഞെടുക്കുക. തള്ളിക്കളഞ്ഞ ഒരു കല്ലാണ് യേശു. അതിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റിയതുപോലെ യുഗങ്ങളുടെ പാറയായ ക്രിസ്തു മറ്റൊരു പാറയെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഓരോരുത്തരും ഓരോ പാറക്കഷണങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിനകത്തുള്ള പാറകളാണ്. ആ പാറകളായ നിങ്ങളെ അരികൊക്കെ ചെത്തി വെടിപ്പാക്കി റെഡിയാക്കി അതാത് സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്ത് ദൈവം വലിയൊരു ഗൃഹം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിസ്സാരന്മാരല്ല, നിങ്ങൾ ചായുന്ന ഓടകളല്ല, നിങ്ങൾ ഉറപ്പുള്ള പാറകളാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഉറപ്പുള്ള ചൈതന്യമുള്ള ആത്മീക ഗ്രഹങ്ങളായി പണിയാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പാറകളാണ് ഞാനും നീയും. പത്രോസിനോട് ദൈവം പറഞ്ഞു, പത്രോസേ, ഇന്ന് മുതൽ നീ ഒരു ചായുന്ന ഓടയല്ല, ഇന്ന് മുതൽ നീ ഉറപ്പുള്ള പാറയായി മാറും. ഹല്ലേലൂയ. ദൈവം പേര് മാറ്റി. എല്ലാരും പറഞ്ഞ ദൈവം പേര് മാറ്റി.
ഹല്ലേലൂയ. ദൈവം പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? നിന്റെ സ്ഥിതി വേറെ ലെവലാ. ദൈവം നിന്റെ പേര് വിളിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവാത്മാ പറയുക, നീ ഇന്റർനാഷണൽ ലെവലിൽ കയറി വരും. ഒരു സാധാരണ വ്യക്തിയല്ല. നിന്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രവാചകൻ നിന്റെ പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? എന്നാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മഹത്വം നിന്റെ മേലെ ഇറങ്ങും. നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് അസാധാരണമായ വിളി നിന്റെ അകത്തുണ്ട്. അതിനാ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. പത്രോസിനെ പേര് ചൊല്ലി ദൈവം വിളിച്ചു. ഇതിനകത്തുള്ള ചില വ്യക്തികളെ വരും കാലഘട്ടങ്ങളിൽ ദൈവം പേര് പറഞ്ഞ് വിളിക്കാൻ പോവുക. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കാൻ പോകുന്നു. നിന്റെ ഇന്നത്തെ ചാഞ്ഞു കിടക്കുന്ന അവസ്ഥ മാറാൻ പോകുന്നു. നീ ഉറപ്പുള്ളവനായി മാറും. ഹല്ലേലൂയ. പക്ഷെ പത്രോസ് എന്ത് ചെയ്തു? പേര് വിളിച്ചു, പുതിയ പേരിട്ടു, നീ പാറയാകുമെന്ന് പറഞ്ഞു. ദൂതെല്ലാം കേട്ടിട്ട് അതുപോലെ എന്ത് ചെയ്തു? തിരിച്ചുപോയി. തിരിച്ച് നേരെ എവിടെ പോയി? മീൻ പിടിക്കാൻ പോയി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ദൂത് ഇവിടെയാ വരുന്നത്. ആരാ പേരിട്ടത്? ആരാ ദൂത് തന്നത്? ആരാ വാഗ്ദത്തം തന്നത്? ആരാ വിളിച്ചത്? ആ വിളിച്ചവന് നിന്നെ കൊണ്ടൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ വിളിച്ച് പ്രോമിസ് ചെയ്ത ആ ദൈവമാണ് നിന്നെ വാഗ്ദത്തത്തിനകത്ത് ബലാത്കാരമായി പിടിച്ച് കയറ്റുന്നത്. ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എന്റെ ദൈവം നിന്നെ തിരിച്ച് പിടിച്ച് വാഗ്ദത്തത്തിനകത്ത് കയറ്റുന്നൊരു സീസൺ ദാ വെളിപ്പെട്ട് വരികയാണ്. സ്വർഗം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്വർഗം നിന്നെ കണ്ടിരിക്കുന്നു. പത്രോസേ, നിന്നെ പേര് വിളിച്ചത് ഞാനാ. നിന്നെ പാറയാക്കിയത് ഞാനാ. നിന്നെ ഞാനാ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചത്. നിന്നോട് ഞാനാ ദൂത് പറഞ്ഞത്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ പുറകെ വരും. ഞാൻ നിന്നെ അന്വേഷിച്ച് വരും. ഹല്ലേലൂയ. ദൂതം കേട്ട് വാഗ്ദത്വം കേട്ട് എല്ലാ ഇത് കേട്ടിട്ട് പത്രോസ് എന്ത് ഒരൊറ്റ ഓട്ടമാണ് നേരെ. അപ്പൊ കർത്താവ് വിടുവോ? വിടുന്നവനല്ല എൻ്റെ ദൈവം. പത്രോസിന്റെ ഉള്ളിൽ വല കിടക്കിയ വല, ഞാൻ കഴുകാണ്ടിരുന്ന വല, ഞാൻ മീൻ പിടിക്കാനുള്ള വല. ചില ആൾക്കാർ കണ്ടില്ലേ കൊത്തപ്പണിയുടെ കുറെ സാധനങ്ങൾ, തേപ്പ് പെട്ടി, മറ്റേ തേപ്പ് സംഭവങ്ങൾ, പിന്നെ കഴുക്കോല്, എന്തോ അല്ലേ, ഇതെല്ലാം അവൻ്റെ ഉള്ളു നിറയതാണ്. തേക്കുക, എനിക്ക് തേക്കണം, എനിക്ക് കമ്പി കെട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ഓട്ടോറിക്ഷക്കാരനായി എനിക്ക് ഓട്ടോ ഓടിച്ചാലേ ചെയ്യും. റബ്ബർ വെട്ടുകാരനെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടിട്ട് ഒരു സുഖമില്ല. യഥാർത്ഥ സുഖമുള്ള പണിക്ക് വിളിച്ചാൽ ഇവർക്ക് ഈ പണി ചെയ്താലേ ശരിയാവൂ. അതവരുടെ രക്തത്തിൽ അലിഞ്ഞുപോയി. ദൈവം വിളിച്ച രാജകീയ വിളി. പക്ഷെ മീൻ പിടിക്കുന്ന ഈ പുള്ളിക്ക് 2 മീനിനെങ്കിലും ഒരു മത്തിയെ കണ്ട് മത്തിയിലെ മാവൊക്കെ അടിച്ചാലേ പുള്ളിക്ക് ഒരു സന്തോഷം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കിടക്കുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേട്ടാലേ ഉറക്കം വരും. പ്രൈസ് ദി. ശ്മശാനത്തിൻ്റെ അടുത്ത് കിടക്കുന്നവനും ശ്മശാനം ഡോറ് തുറന്ന് കണ്ടിട്ട് കിടന്നാലും അവന് സന്തോഷം. ഇതൊരു ശീലമാണ്. നിന്റെ ജീവിതത്തിലെ ശീലം മാറാത്തത് കൊണ്ടാ നീ എഴുന്നേറ്റം പിടിക്കാത്തത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പിശാചിടുന്ന ചില ശീലങ്ങളുണ്ട്. ആ ശീലത്തിനകത്ത് കിടന്നാൽ അഭിഷേകം, അതായത് നമ്മളെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളെ കുറിച്ച്? നിങ്ങൾ രാജപുരോഹിത വർഗം. എന്താണ്? രാജപുരോഹിത വർഗം. ആരെങ്കിലും പറയുമോ രാജാവാണെന്ന്? കണ്ട, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്താണ്? രാജകീയ പുരോഹിത വർഗം. ഹല്ലേലൂയ. അപ്പൊ രാജകീയ വിളിയുണ്ട്, പുരോഹിത വിളിയുണ്ട്, ശുദ്ധജനം. രാജപുരോഹിത വർഗവും വിശുദ്ധജനവും. എത്ര വിളിയാ? രാജകീയ വിളി, വിശുദ്ധന്മാരുടെ വിളി. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ കിടപ്പവിടെ രാജാക്കന്മാരാണോ? നമ്മളെ നടപ്പും ഇരിപ്പും കണ്ട രാജാവെന്ന് പറയുമോ? നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടിയിട്ട് വരുന്ന ആ റബ്ബർ വാലിൻ്റെ മണവും ഒട്ട് വലിച്ച് മഴയത്തൊക്കെ ഇറങ്ങി സൈക്കിളൊക്കെ ചവിട്ടി ഞാൻ അധ്വാനിക്കുന്ന ജനവർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടെ, പലരും അവരുടെ ശീലത്തിനകത്ത് കിടക്കുമ്പോൾ ഇന്ന് പകൽ നിന്റെ ശീലം പൊട്ടിച്ച് നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊവിഷനിൽ ജീവിക്കാൻ, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ജീവിക്കാൻ വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാത്തവന് ജോലി ചെയ്ത് ജീവിക്കും. വിശ്വാസമുള്ളവൻ സൂപ്പർ നാച്ചുറലിൽ ജീവിക്കും. ഹല്ലേലൂയ. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, അധ്വാനിച്ച്
നല്ല രീതിയിൽ അധ്വാനിച്ച് അധ്വാനിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണ്ടേ? ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വിളിയുണ്ട്. ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് ജോലിയോടൊപ്പം ബിസിനസ്സിനോടൊപ്പം സുവിശേഷ വേല ചെയ്യാനും ശുശ്രൂഷിക്കാനും. എന്നാൽ ചിലരെ ദൈവം വിളിച്ചിരിക്കുന്ന മുഴുസമയ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിക്കും. ആ മുഴുസമയം നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ നോക്കണം. ഈ ജോലി ചെയ്ത് നിൽക്കുന്നവരെക്കാൾ സൂപ്പറായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ സൂപ്പർ നാച്ചുറലാണ് ജീവിക്കുന്നത്. അവരുടെ പ്രൊവിഷൻ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്, ഹെവനിൽ നിന്നാണ്. ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാണ് ദൈവം അവരെ നടത്തുന്നത്. രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് വെയിലത്തും മഴയത്തും ജോലി ചെയ്ത് ജീവിക്കുന്നവരെക്കാളും 1000 മടങ്ങ് സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, തൃപ്തിയോടെ ജീവിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് ആ ദൈവം തരുന്ന ആ ഓഹരിയെ, ദൈവം തരുന്നതായ പ്രൊവിഷനിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. അവരുടെ ജീവിതം വ്യത്യസ്തമാണ്, അത് അത്ഭുതകരമാണ്. അപ്പൊ പത്രോസിന് വിളിയുണ്ട്. ദൈവം കണ്ടു, ദൈവത്തിന് ഒരു വാഗ്ദത്തം കിട്ടി. പക്ഷെ പത്രോസിന് കത്തിയില്ല, അത് അകത്തങ്ങോട്ട് കത്തിയില്ല. അതുകൊണ്ട് നേരെ രാവിലെ എഴുന്നേറ്റ് പടകിനകത്ത് ചെന്ന് അതിന്റെ മുകളിൽ കയറി 24 മണി, ഒരു 7-8 മണിക്കൂർ കണ്ടിന്യൂസ് വല എറിഞ്ഞു നോക്കി, ഒന്നും കിട്ടിയില്ല. പ്രൈസ്. എപ്പോ നീ ദൈവത്തെ വിട്ട് പിന്മാറ്റത്തിൽ പോകുന്നുവോ അന്ന് മുതൽ നീ അധ്വാനിക്കുന്നതെല്ലാം വെറുതെയായി മാറും. എപ്പോൾ നീ ദൈവത്തിന്റെ പടകിനകത്ത് കയറുന്നുവോ അപ്പോൾ മുതൽ നീ അധ്വാനിക്കേണ്ടി വരത്തില്ല. അല്ലാതെ തന്നെ സകലത് നിന്റെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ വിട്ടുപോയവൻ രാപകലില്ലാതെ കഠിനമായി അധ്വാനിച്ചപ്പോൾ ഒരു പൊടിമീന് പോലും കിട്ടാതെ നിരാശപ്പെട്ട് വല കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ദൂത് പറഞ്ഞവൻ ദാ അന്വേഷിച്ചു വരികയാണ്. എന്റെ കർത്താവ് അടുത്ത് വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ആ പടക് ഒരു അല്പം മുന്നോട്ട് നീക്ക്. പത്രോസിന് കാര്യം മനസ്സിലായി, ഒന്നും മിണ്ടിയില്ല. കഴിഞ്ഞ ദിവസം വാഗ്ദത്തം കേട്ടതാ, ദൂത് കേട്ടതാ. പക്ഷെ ഇപ്പൊ വന്ന് മീൻ പിടിക്കാൻ നിൽക്കുന്നതാ, ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥ നിൽക്കുന്നതാ. കുറ്റബോധം മനസ്സിനകത്തുണ്ട്. പക്ഷെ കർത്താവ് തന്റെ ദാസനെ നോക്കി ഒന്നും പറഞ്ഞില്ല. നീ എന്തിനാ പിന്മാറ്റത്തിൽ പോയെന്ന് കുറ്റപ്പെടുത്തിയില്ല. അതിനു പകരം തന്റെ പടകിനകത്ത് യേശു കയറി. എന്നിട്ട് പറഞ്ഞു, ഈ പടകിനെ മുന്നോട്ടൊന്ന് നീക്കി കൊടുത്തു. ഒന്നും മിണ്ടാതെ പിറുപിറുക്കാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നീക്കി കൊടുത്തപ്പോൾ എന്റെ കർത്താവ് അതിനകത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. അത് പത്രോസിനോടല്ല, അവിടെ കൂടിയ ജനത്തിനോടെല്ലാം ദൈവത്തിന്റെ രാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ആ വചനം കേട്ട് മാനസാന്തരപ്പെട്ട പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കുപോലെ അടിയൻ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വാക്ക് പോലെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന, അതിന് തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്? അടിയൻ ഇതാ, നിന്റെ വാക്ക് പോലെ ഞാൻ ചെയ്തോളാം. ഞാൻ രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്തും ഉപജീവന മാർഗത്തിന്റെ പുറകെ നടന്നത് എനിക്ക് മതി. ഈ കലക്ക വെള്ളത്തിനകത്ത് നിന്ന് മീൻ പിടിക്കുന്നതല്ല എന്റെ ജോലി മനുഷ്യനെ പിടിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? എന്റെ ജോലി മനുഷ്യനെ പിടിക്കുന്ന ദൂതുണ്ട്, വാഗ്ദത്തമുണ്ട്. പക്ഷേ അതിന്റെ പുറകെ, ഭൗതികത്തിന്റെ പുറകെ ഓടുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഒന്നാം സ്ഥാനം നീ ദൈവരാജ്യത്തിന് കൊടുക്കേണ്ടതിന് നീ ഭൗതികത്തിന്റെ പുറകെ ഓടരുത്. യൂദ കർത്താവിന്റെ കൂടെയാണ് നടന്നതെങ്കിലും യൂദയെ കെട്ടിപ്പിടിച്ചു, നന്നാക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ യൂദയ്ക്ക് നന്നാവണ്ട. അവസാനം യൂദയുടെ കാര്യത്തിൽ തീരുമാനമായതുപോലെ ചിലരൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കെട്ടിപ്പിടിച്ചാലും എങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലും ലോകം അകത്ത് കയറിയാൽ അവനെ നന്നാക്കാൻ ലോകത്തൊരു മനുഷ്യനും സാധിക്കയില്ല. ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോളണം. നീ വിചാരിച്ചാൽ അവനെ നന്നാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് വിചാരിച്ചാൽ അവന്റെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകണം, അവൻ മാനസാന്തരപ്പെടണം. ലോകം അവന്റെ അകത്ത് കയറരുത്. 2 വ്യക്തികളുണ്ട്, അബ്രഹാമും ലോത്തും. അബ്രഹാം പട്ടണത്തിന്റെ വാതിൽക്കലിരുന്ന് നോക്കിയതും കണ്ടതും പട്ടണത്തിന്റെ പുറത്തും അകത്തും നടക്കുന്ന പാപമല്ല. അബ്രഹാമിന്റെ കണ്ണിൽ കണ്ടത് നിത്യരാജ്യമാണ്, ദൈവരാജ്യമാണ്. ദൈവം എനിക്ക് വേണ്ടി തന്റെ സ്വന്തം കൈകളാൽ ഒരുക്കുന്നൊരു വലിയ ഒരു ഭവനത്തിനെ അബ്രഹാം കണ്ടപ്പോൾ ഇന്ന് പകൽ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരുന്ന് കണ്ണ് തുറന്ന് കണ്ടത് നിത്യരാജ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ലോത്ത് കണ്ടത് പാപത്തിന്റെ മ്ലേച്ഛതയാണ്. കേട്ടോ? അടുത്തിരിക്കും പറഞ്ഞ 2 നിങ്ങൾക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ, പക്ഷേ കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. അബ്രഹാം പട്ടണത്തിന്റെ വാതിൽക്കലിരുന്ന് പട്ടണത്തിൽ നടക്കുന്ന മ്ലേച്ഛതയല്ല കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കണ്ടത് നിത്യമായ രാജ്യം.
പ്രൈസ് ദി ലോർഡ്. ലോത്ത് പട്ടണവാതിൽ വന്നിരുന്നിട്ട് കണ്ടതെല്ലാം, സോദോം ഗോമോറയിൽ കണ്ടതെല്ലാം മ്ലേച്ഛത. സന്ധ്യാസമയമായപ്പോൾ ദൂതന്മാര് അബ്രഹാമിനോട് എന്ത് ചെയ്തു? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വെളിയിലിറങ്ങി. എത്തിയത് സന്ധ്യയ്ക്ക്. എന്താ സന്ധ്യയ്ക്ക് എത്താൻ കാരണം ലോത്തിന്റെ അടുത്ത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ഇവിടെ വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുക. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുക ആ സ്ഥലത്തെ? ഇല്ല. അബ്രഹാം ചെയ്യുന്നത് 50 ഇല്ല. 30 പേരുണ്ടെങ്കിൽ ഇല്ല. 40 പേരുണ്ടെങ്കിൽ ഇല്ല. 10 പേരുണ്ടെങ്കിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വാദിച്ച് അവസാനം വൈകുന്നേരം ആയപ്പോൾ ദൂതന്മാരെത്തി. അപ്പോഴും ലോത്തിന് സമയമുണ്ട്. ലോത്തിന് ആ സന്ധ്യാസമയത്ത് എത്തിയപ്പോഴേ ദൂതന്മാർ പറഞ്ഞു, ഞങ്ങളിത് നശിപ്പിക്കാൻ വന്നതാ, നീ ഞങ്ങളോട് വാ. ഇല്ല, ഇന്ന് രാത്രി കിടന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. പുള്ളിക്ക് ഫുഡ് അടിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, വേറൊരു ചിന്തയില്ല. ദൂതന്മാരെ അകത്ത് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വെളുപ്പാൻ ഉഷസ്സായപ്പോൾ ദൂതന്മാർ പറഞ്ഞു, നിന്റെ ഫുഡും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തീ ഇറക്കാൻ വന്നുക. അഗ്നി ഫയർ മീറ്റിംഗ് നടത്താൻ വന്നിരിക്കുക ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധാരണമായ ഒരു ഫയർ ഇറങ്ങാൻ പോവുകയാണ്. തീയുടെ ശുശ്രൂഷ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ലോത്ത് വിചാരിച്ചു കൈയടിച്ച് ആത്മാവിലാകാമെന്ന്. പക്ഷെ അതല്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നിന്നെ ദഹിപ്പിക്കാൻ പോകുന്ന ഒരു ശുശ്രൂഷയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് ഓട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യയും മക്കളെയും വിളിച്ച് കയ്യിൽ പിടിച്ചോണ്ട് ആ ലോത്ത് ഇറങ്ങി ഓടിയപ്പോൾ ഭാര്യയ്ക്ക് കോഴിക്കൂടും കോഴിയും ആടും, ഹല്ലേലൂയ, പൂച്ചയും പട്ടിയും മൃഗവും എരുമയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ആകപ്പാടെ ഒരു അസ്വസ്ഥത. ഇതിനെയൊക്കെ വിട്ട് ഞാൻ എങ്ങനെ ഓടും? പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് തിരിഞ്ഞ് എരുമയൊന്ന് നോക്കി, ആ നിപ്പിന് ഇപ്പോഴും നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വരെ ആ സ്ത്രീ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഉപ്പ് തൂണായി ഇസ്രയേലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ സ്ത്രീ അവിടെ തന്നെ നിപ്പുണ്ടെങ്കിൽ ഇന്ന് പകലും നിന്റെ നോട്ടം ശരിയാകണം. നിന്റെ പുറകോട്ടുള്ള നോട്ടം, നിന്റെ ലോകത്തിലുള്ള നോട്ടം, നിന്റെ ഭൗതികത്തിലുള്ള നോട്ടം, നിന്റെ ചിന്താഗതികൾ ഇന്ന് പകൽ മാറിയിട്ട് നിന്റെ നോട്ടം നിത്യതയിലായിരിക്കണം. നിന്റെ നോട്ടം നിത്യതയിലായിരിക്കണം. നിനക്ക് 48 മണിക്കൂർ പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം വേണം, പണം വേണം എന്നുള്ള നോട്ടം മാറിയിട്ട് ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് നീ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ നിക്ഷേപങ്ങളെല്ലാം എനിക്ക് ദൈവരാജ്യത്ത് മതിയെന്ന് നീ ചിന്തിക്കാൻ എപ്പോഴാണ് തുടങ്ങുന്നത്, അപ്പോഴാ നിന്റെ പടകിൽ എന്റെ ദൈവം കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പടകിനകത്ത് യേശു കർത്താവ് കയറിയിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗമൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, പത്രോസേ നിനക്കെന്ത് വേണം? ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ പടക് ഇത്രയും നേരം നീ വല വീശിയിട്ട് ഒന്നും കിട്ടിയില്ലല്ലേ? പ്രൈസ്. നിന്നെ കൊണ്ട് എനിക്ക് പദ്ധതിയുണ്ട്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാ. നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിന്നെ നോക്കി പാറ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിന്നെ പാറയാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ. നീ എന്നെ വിട്ട് എവിടെ പോയാലും ഞാൻ നിന്റെ പുറകിൽ വന്ന് നിന്നെ പിടിച്ചിരിക്കും. ഇന്ന് വരെ കിട്ടാത്ത മീന് നിന്റെ വലയ്ക്കകത്ത് കയറാൻ പോവുകയാണ്. ഇതുവരെ കിട്ടാത്ത നന്മ നിന്റെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. ഞാൻ നിന്റെ വടകിനകത്തുണ്ടെങ്കിൽ നീ പിന്നെ വിശപ്പ് ഉണ്ടാകത്തില്ല, നിന്നെ ജീവിതത്തിൽ ശൂന്യത ഉണ്ടാകത്തില്ല. ഇന്ന് പലരുടെയും ഭവനത്തിൽ യേശുവില്ല, പലരുടെയും ജീവിതത്തിൽ യേശുവില്ല, പലരുടെയും ബിസിനസ്സിൽ യേശുവില്ല, പലരുടെയും ലൈഫിൽ യേശുവില്ല. എന്നാൽ ഇന്ന് പകൽ യേശു നിന്റെ അകത്ത് വന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, വലതു ഭാഗത്ത് വല വീശാം. അപ്പൊ തന്നെ ഒറ്റ വീശല് പടക് നിറഞ്ഞു. ഒരു പടകല്ല. അതാണ് ദൈവത്തിന്റെ പരിപാടി. ദൈവം ഒരു പിശുക്കനല്ല, പിച്ചക്കാരനല്ല. നമ്മുടെ ദൈവം ഒന്ന് ചോദിച്ചാൽ 100 തരുന്നവനാണ്. നീ ആരാധിക്കുന്ന ദൈവം പിച്ചക്കാരനല്ല. ഒരു വീട് ചോദിച്ചാൽ 100 വീട് തരാൻ ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാഹനം ചോദിച്ചാൽ 5 വാഹനം തരാൻ ശക്തനാണ്. ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനകത്ത് നീ കയറി പ്രാർത്ഥിക്കുക, നീ ഒന്ന് വിശ്വസിക്കുക. ഇന്ന് പകല് ഒരു ചെറിയൊരു ഒരു കുട്ട മീൻ മതി എന്നാ പത്രോസ് പറഞ്ഞത്. എന്നാൽ പടക് നിറച്ചെടുത്തിട്ട് പറഞ്ഞു, അടുത്ത ആ പടക് കൂടെ കൊണ്ടുപോകാൻ അതിനെ ഞാൻ നിറയ്ക്കാൻ ശക്തനാണ്. ഒരു പടകല്ല, 2 പടക്. ഇന്ന് പകലിൽ സമൃദ്ധി, ഒരു ഓവർഫ്ലോയിങ്, നിന്റെ ആവശ്യത്തെക്കാൾ അധികമായി, നിന്റെ ആഗ്രഹത്തെക്കാൾ അധികമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയപ്പോൾ ഞാനും നിങ്ങളുമായി എന്ത് പറയും? നമ്മളാണെങ്കിൽ ഒരു കുട്ട മീനിന് വേണ്ടി ചെന്നു, ഒരു പടക് നിറച്ച മീൻ തന്നു, 2 പടക് നിറച്ച മീൻ തന്നു, 2-3 വീട് തന്നു, കാറ് തന്നു, എസ്റ്റേറ്റ് തന്നു. നമ്മളെന്ത് പറയും? പോരട്ടെ പോരട്ടെ, ഇത് പോരാ, ഇനി എനിക്ക് അംബാനി ആവണം, എനിക്ക് യൂസഫ് അലിയേക്കാൾ വലിയ ആളാകണം, എനിക്ക് അതിനേക്കാൾ വലുതാകണം എന്ന് പറയും. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയും, കർത്താവേ, ആ കണ്ണില്
ഈ ചെളി വാരി തുപ്പി തേച്ച് സൗഖ്യമാക്കിയില്ല. ആ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരണം. ഒരു കമ്പനിയുടെ പേര് വിട്ട് നാളെ മുതൽ ഞാനങ്ങ് തുടങ്ങാം. നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്തുള്ള ചിന്ത ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റം പിടിക്കാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് ഇങ്ങനെ ചോദിച്ചില്ല, ഈ 2 പടക ഇത്ര വലിയൊരു മാജിക്കുകാരനാണ് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു 10-200 ബോട്ടും കപ്പലും ഒക്കെ ചോദിക്കാം എന്നൊന്നും പത്രോസ് ഉടനെ മാനസാന്തരപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്ഭുതം കണ്ടപ്പോൾ ആ അത്ഭുതം പത്രോസിനുണ്ടാക്കിയ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ആ പത്രോസ് പറഞ്ഞു, ഞാൻ പേടിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പാപിയാണ്, എന്നെ വിട്ടുപോകണം. അത്ഭുതം കാണുമ്പോൾ നിന്റെ ലൈഫിൽ ഉണ്ടാകേണ്ടത്, നീ മരിച്ചു പോകേണ്ടവരാ, നിനക്ക് ജീവൻ തന്നു, നീ എന്താ ചെയ്യേണ്ടത്? പേടി തോന്നി, ഭയം തോന്നി പറയണം, എനിക്ക് മാനസാന്തരപ്പെടണം. കർത്താവേ, ഞാൻ പാപിയാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഒരു ക്യാൻസർ രോഗം സൗഖ്യമായാൽ, ഒരു ഹാർട്ട് അറ്റാക്ക് രോഗത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചാൽ, നീ ICU കിടന്ന് മരിക്കേണ്ടത് നിന്നെ ദൈവം വിടുവിച്ചാൽ, നീ അവിടെ സംഭവിക്കേണ്ടത് നിനക്ക് ഭയം വേണം, നീ മാനസാന്തരപ്പെടണം. അയ്യോ, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ കുറവുള്ളവനാണ്, എന്റെ ദൈവമേ, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, എന്നിട്ടും എന്റെ ദൈവം എന്നെ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തല്ലോ. ഒരു അത്ഭുതം നിന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടോ? ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾ, നിങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു അത്ഭുതമെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം നീ പറയേണ്ടത്, ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാണ്. ഒരു യോഗ്യതയില്ലാത്ത ഭാവിയായ എന്റെ ലൈഫിൽ ദൈവം ഇറങ്ങി വന്ന് ഈ അത്ഭുതം ചെയ്തെങ്കിൽ ഒരു ഭയം ഉണ്ടായി. പത്രോസ് പേടിക്കുക, ഭയപ്പെടുക. കർത്താവേ, ഞാൻ പാപിയാ. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ അഭിഷേകത്തെ തലേ കൈവച്ച് 2 ദൂതര് പിറ്റേന്ന് നടന്നു. പിന്നെ അത് പറയത്തോരുമില്ല. പിന്നെ അറിയണ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അന്ന് പാഷ് പറഞ്ഞ് നടന്നു. എന്ന് നടന്നു, വർഷങ്ങളായി. സാക്ഷി പറയത്തില്ല, നന്ദി പറയത്തില്ല, നന്ദി കാണത്തില്ല. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരു നന്ദിയില്ല, നയവും ഇല്ല, ഒരു ദൈവഭയവും ഇല്ല. ഇവിടെ പത്രോസ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. ഒരു ജീവിതം, ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ബ്ലെസ്സിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവഭയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവഭയം നിന്റെ അകത്ത് വരണം. എൻ്റെ കർത്താവ് എന്നെ കാണുന്നു, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഓരോ ദിവസവും പല അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയപ്പെടുകയാണ്. ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു. എൻ്റെ ദൈവം എന്നെ വിട്ടുപോകണമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, പത്രോസേ, നീ മീൻ പിടിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. നാളെ മുതൽ ഈ വലയും കൊണ്ട് പടകും എടുത്ത് നീ ഇറങ്ങരുത്. ഈ ശീലം നീ നിർത്തണം. എന്നിട്ട് നീ മനുഷ്യനെ പിടിക്കുന്നവനായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പത്രോസിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റിയ ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ പല ജോലിയും ചെയ്ത് ക്ഷീണിച്ച് എത്ര നീ ചെയ്തിട്ടും ഒന്നും നിന്റെ ലൈഫിൽ ഒരു നിറവില്ലാതിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുക, ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ രാജ്യത്തിൽ മനുഷ്യനെ പിടിക്കുന്ന ഒരു വലിയ സുവിശേഷ വിളിയുണ്ട്. ആ സുവിശേഷ വിളിയുള്ള നീ ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് പറയുകയാണ്, നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ആരോടെങ്കിലും ഒന്ന് സുവിശേഷം പറയാൻ പറ്റുമോ നമുക്ക്? ആരോടെങ്കിലും നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെ ആരോടെങ്കിലും ഒന്ന് ചെയ്യാൻ നീ പറയാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. പത്രോസ് പടകും എല്ലാം വലയൊക്കെ വിട്ട് കർത്താവിന്റെ പുറകെ ഓടി. അതാണ് ഒറ്റ നിമിഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യവും വസ്തുവും വകയും വീടും എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ കൂടെ ചലിച്ചതാണ് പത്രോസിന്റെ ചരിത്രം മാറിയത്. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ വലുത്, എൻ്റെ വീടിനേക്കാൾ വലുത്, എൻ്റെ ഈ ബിസിനസ്സിനേക്കാൾ വലുത്, എൻ്റെ ഈ പടകിനേക്കാൾ വലുത്, എൻ്റെ ഈ വലയേക്കാൾ വലുതാണ് എൻ്റെ ദൈവമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? അവരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. നിന്റെ ലൈഫിലുള്ള എത്ര വിലയേറിയതിനെയും ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് ആ യേശുവിന്റെ പിന്നാലെ പോകാനുള്ള മാനസാന്തരം ഇന്ന് പകൽ നിന്റെ ലൈഫിലുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒന്നും ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. എന്റെ കർത്താവിനേക്കാൾ വലുതല്ല ഇതൊന്നും, ഇതെല്ലാം ചപ്പും ചവറുമാണ്, ഇതേക്കാൾ വലുതാണ് എന്റെ ദൈവമെന്ന് പറയുന്നവനെ ഇന്ന് പകൽ ഒരു ചരിത്രമാക്കുന്ന ദൈവം. ഹല്ലേലൂയ,
ഞങ്ങൾ ഇതൊക്കെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ വീടും സ്ഥലവും കാറൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സ്ഥലവും വീടും എല്ലാം വിറ്റിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു വരാം ഞങ്ങൾ. നിങ്ങളെപ്പോലെയല്ല കേട്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എടാ നീ ഇതൊക്കെ പറയും, നിനക്കിപ്പോൾ വീടില്ലേ? വീടൊക്കെ 10-28 വർഷത്തിന് ശേഷം കിട്ടിയതായിപ്പോൾ. 10-28 വർഷം 10-28 വീടുകളിൽ, റെന്റൽ ഹൗസുകളിൽ കൂടാരമടിച്ച് ജിപ്സികളെ പോലെ 2-3 വണ്ടിക്കകത്ത് പിന്നെ ദേശച്ചുറ്റി നടക്കുന്ന ദേശാടനക്കാരെ പോലെ നടന്നവരാ ഞങ്ങൾ സുവിശേഷ വേല ചെയ്ത്. ഹല്ലേലൂയ. ആ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി വീടും സ്ഥലമൊന്നും കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരെക്കാൾ എല്ലാവരും എല്ലാ രീതിയിലും എല്ലാം ഉണ്ടായിരുന്നവരെ ഞങ്ങൾ. പക്ഷെ ഒരു നാളിൽ ദൈവം രാത്രി 12 മണിക്ക് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ വീടും സ്ഥലവും നാളെ രാവിലെ 7:30 മണിക്ക് ഒരാൾ വരും, ആ വ്യക്തിക്ക് കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അന്നിന്റെ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, പിതാവ് പറഞ്ഞു, ഞാൻ ഇതെല്ലാം വിറ്റിട്ട് ബസ് സ്റ്റാൻഡിൽ കിടക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കരുതിക്കൊള്ളും. ഈ ദൂത് പറഞ്ഞ ദൈവം ഞങ്ങളെ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് പിറ്റേന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞതുപോലെ 7:30 മണിയായപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ വന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ സ്ഥലത്തിനും വീടിനും ഇന്ന് 10-60 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയും ലക്ഷം കോടി കിട്ടുന്ന സ്ഥലത്തെ നിസാര വിലയ്ക്ക് അയാൾ പറഞ്ഞ വിലയ്ക്ക് വിറ്റിട്ട് കടബാധ്യത എല്ലാം തീർത്തിട്ട് 2 ലോറി നിറച്ച് സാധനങ്ങളെല്ലാം കയറ്റി ദൈവം പറഞ്ഞ സ്ഥലത്ത് വിശ്വാസത്താൽ ചലിച്ച മിഷണറി ഫാമിലിയാണ് ഞങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി 12 മണിക്കാ പറയുന്നത്, നാളെ രാവിലെ നിങ്ങളുടെ വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആ ശബ്ദത്തെ അനുസരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ പട്ടണത്തിൽ നിങ്ങൾ ഈ സഭയ്ക്കകത്ത് ഏസിക്കകത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പട്ടണം തിരിച്ച് ഞങ്ങൾക്ക് നൽകി. ഈ ദേശം വിട്ട് ഞങ്ങൾ ഓടി, ഞങ്ങൾ ഈ ദേശം വിട്ട് പോയി. ദൈവം പറഞ്ഞു, നാളെ രാവിലെ വരുന്ന ആൾക്ക് ഈ സ്ഥലവും വീടും വിറ്റിട്ട് നിങ്ങൾ എന്റെ വേലയ്ക്ക് ഇറങ്ങുക. ഞങ്ങൾ എവിടെ പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല. 2 വണ്ടിയിൽ പിന്നെ സാധനം കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, കാറി തുപ്പിയിട്ടുണ്ട്, കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ കയറി അടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ എന്തിനാ എവിടെ പോകുന്നു? പൊട്ടിക്കരച്ചിലും കെട്ടിപ്പിടിയും ഭയങ്കര ബഹളവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ദൈവം പറഞ്ഞു നാട് വിട്ടു പോകാൻ. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ പോലും പൊട്ടിക്കരഞ്ഞു, ശത്രുക്കൾ പോലും സങ്കടപ്പെട്ടു. 16 വർഷം ഏറിൽ നിന്നായിരുന്ന അടിയും ബഹളവും, ഞങ്ങൾ അയൽവാസിയുമായിട്ട് വെട്ടും കുത്തും കൊലപാതകവും. അവരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്, നിങ്ങൾ പോകരുത്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ ദൈവം കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഈ ദേശം വിട്ട് എൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ക്രിസ്തീയ ലോകം എന്തെന്ന് അറിയത്തില്ല, ക്രിസ്ത്യാനികളെ അറിയത്തില്ല. ഇപ്പോഴും നന്നായിട്ട് അറിഞ്ഞൊരു പരിവായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെ മാനുഷ്യമായി ചിന്തിക്കും, നേരത്തെ സംഭവം മതിയായിരുന്നു. മാനുഷ്യമായി വെളിപ്പാടുള്ളതുകൊണ്ട് പറയാം, അതല്ല, അതിനേക്കാൾ മേത്തരമായി ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റെടുത്തത്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഈ 10-18 ഇത്രയും 10-28 വർഷത്തിൽ ഒരു RSSകാരനും ഒരു BJPക്കാരനും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിച്ചത് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ 2 വണ്ടിയിൽ സാധനം എല്ലാം ഫുള്ള് കയറ്റിയിട്ട് ഞാനൊരു സഹോദരൻ, ഞങ്ങൾ കോട്ടയത്ത് ഒരു അച്ചായനുണ്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം പുള്ളി എന്നൊക്കെ ക്രിസ്ത്യാനിയാണെങ്കിലും ഇതൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ബൈബിളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ബൈബിളിൽ വായിച്ചിട്ടുണ്ട് പൗലോസിൻ്റെ ചരിത്രവും, പക്ഷേ ഇതൊക്കെ ചെയ്തവരെയൊന്നും കണ്ടിട്ടില്ല. പുള്ളി ഞെട്ടിയിട്ട്, നിങ്ങൾ എല്ലാം വിറ്റിട്ട് എവിടെ പോകണം? എവിടെ? എന്തായാലും വന്നു. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ കൂടെ രാജൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഷ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെയൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരാളിൻ്റെയും കൂടെ ഞങ്ങൾ വണ്ടി കയറ്റി ഞങ്ങളെല്ലാം കൂടെ 2 വണ്ടിയിൽ യാത്ര തിരിച്ചു. കോട്ടയത്ത് പോവുകയാണ്. കോട്ടയത്തോട്ട് പോയി കോട്ടയത്ത് എത്താറായപ്പോൾ ഒരു വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് ഒരു ബൈബിളും വെച്ചുകൊണ്ട് ഒരു പ്രവാചകൻ ഞങ്ങളുടെ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തുകയാണ്. ആ വണ്ടിയിൽ കയറിയിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇവിടെയൊന്നും അല്ല വരേണ്ടത്, ഇവിടെയല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നിങ്ങളുടെ സുവിശേഷ വേല ആരംഭിക്കേണ്ടത്. അവിടുത്തെ ഒരു ഭവനക്കാരോട് 2 സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരോട് ദൈവാത്മാവ് സംസാരിച്ചു, തിരുവനന്തപുരത്ത് നിന്നും വരുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു വീട് കൊടുക്കുക.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അന്ന് കോട്ടയത്ത് നിന്നും തൊടുപുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് തൊടുപുഴയും കോട്ടയൊക്കെ കാണുന്നത്. വണ്ടി കയറിയിരുന്നു, വളവും തിരിവും അഗാധ ഗർത്തങ്ങളും ആകപ്പാടെ ഇരുട്ടായി. എൻ്റെ അച്ഛൻ ചോദിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി അവർ നിങ്ങൾ കൊണ്ടുപോവുകയാണ്, എന്നെ ബസ് സ്റ്റാൻഡിൽ കിടത്താൻ കൊണ്ടുപോവുകയാണ്, നിന്നെയൊക്കെ ഞാൻ വെട്ടിക്കൊല്ലും, അവിടെ ചെല്ലട്ടെ, സ്ഥലമില്ലെങ്കിൽ വീടില്ലെങ്കിൽ കാര്യം ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് വീരപരാക്രം പറയുമ്പോൾ ഹാലേലൂയ, ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ടെമ്പോ ഡ്രൈവർമാർ രണ്ടുപേരുടെയും കണ്ണ് ബൾബ് പോലെ തള്ളി വെറുതെയിരിക്കും. ഇന്ന് വരെ ഞങ്ങളുടെ വണ്ടിക്കകത്ത് ഇതുപോലത്തെ മാനസിക രോഗികളെ ഞങ്ങൾ കയറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ വന്ന വേറൊരു ജിമ്മി രാജൻ എന്ന് അറിയപ്പെടുന്ന അങ്ങേരുടെ രണ്ട് കണ്ണും അങ്ങനെ തള്ളിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും കൂടെ അന്യഭാഷ പറഞ്ഞ് പരസ്പരം നോക്കുന്നു, എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല. വളവും തിരിവും എല്ലാം കഴിഞ്ഞ് ഒരുപാട് വളവ് തിരിഞ്ഞ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു നീല മാരുതി വാനിനകത്ത് ഒരു ഫാമിലി ഞങ്ങളെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പ്രവാചകൻ പറഞ്ഞു, ഒരു നീല മാരുതി വാനിൽ നിങ്ങളെ കാത്തൊരു ഫാമിലി ഇരിക്കും, ആ ഫാമിലിയുടെ വീട് നിങ്ങൾക്കായി ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ ചെന്ന് വളവും തിരിവും എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു നീല മാരുതി കിടക്കുന്നു. 12 മണിയായി. ഞാനും എൻ്റെ അനിയനും തച്ചോളി യോധനെ പോലെ ഡൈവ് ചെയ്ത് അവിടെ ഇറങ്ങി. പ്രൈസ്, ഞങ്ങൾ ആവേശം കൊണ്ട് വണ്ടിയിൽ നിന്ന് പറന്നിറങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളാണോ ദൈവം പറഞ്ഞ ആ സഹോദരിമാൻ? അവർ പറഞ്ഞു, ഞങ്ങളോട് ദൈവം പറഞ്ഞു, നിങ്ങളാണോ ശ്രീജു ഷീജു ഫാമിലി ട്രിവാൻഡ്രത്തുനിന്ന് വന്ന് വരുന്നത്? ഞങ്ങളുടെ വീട്ടിൽ സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ദൈവം അറിയിച്ചതനുസരിച്ച് വീട് റെഡിയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതം അവിടെ തുടങ്ങുകയാണ്. ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, അത്ഭുത ജീവിതം. അവിടെ ചെന്നോ 25,000 രൂപ അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന എല്ലാം കലവും ചട്ടിയും എല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ തീർന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആഹാരത്തിന് നിവർത്തിയില്ലാതെ പാട്ടും പ്രാർത്ഥന ആരാധന. എന്താണ് വിശ്വാസ ജീവിതം എന്നുള്ളതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ 2-3 ദിവസം ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അച്ചായൻ ചെറുക്കൻ, ഒരു മാപ്പിളയും ചെറുക്കൻ എന്ത് ചെയ്യാൻ തൊട്ട് മുകളിൽ ഒരു പശുവിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവൻ്റെ ഭൂതം ഇളകി അവൻ ഓടി വീട്ടിൽ വന്ന് കയറി. അവൻ്റെ ഭൂതം വിട്ടുമാറിയപ്പോൾ പിറ്റേ ദിവസം മുതൽ ഫ്രീ ആയിട്ട് പാല് കിട്ടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുരിങ്ങയില ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വാഴയുണ്ട്, വാഴയ്ക്കയുണ്ട്, കത്തിരിക്കയൊക്കെ ഉണ്ട്. അങ്ങനെ അത്ഭുതകരമായ രീതിയിലുള്ള ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഒരു വീട്ടുകാർക്ക് ഞങ്ങളുടെ സ്നേഹം കൂടിയിട്ട് പിന്നെ 2 വർഷം ഞങ്ങൾക്ക് അടുക്കളയിലൊന്നും വെക്കണ്ട, അവർ തന്നെ എല്ലാം വെച്ചോളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വസ്ത്രത്തിന് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം. ആ ദേശം മുഴുവനും ഞാനും എൻ്റെ മാതാവിൻ്റെ സഹോദരൻ്റെ കൂടെ കയറി ഇറങ്ങി നടന്ന് അതിഭയങ്കരമായ കത്തോലിക്ക യാക്കോബ കത്തോലിക്ക അച്ചായന്മാരുടെ കൂട്ടത്തിനകത്ത് അതിഭയങ്കരമായ പാരമ്പര്യക്കാരാ. ട്രിവാൻഡ്രം പോലെയല്ല അവിടെ. യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യാനികളെ കാണണമെങ്കിൽ അവിടെ പോകണം. അവിടെ പോയപ്പോഴാണ് എന്താണ് ഈ ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ എന്താണ് ക്രിസ്ത്യാനികൾ, എന്താണ് ഇവരുടെയൊക്കെ പാരമ്പര്യം അതിഭയങ്കരമായത്. വെളിച്ചപ്പാടന്മാരുടെയും പുണ്യവാള ശക്തികളുടെയും ഹല്ലേലൂയ. പിന്നെ എന്തോ ഈ കടമറ്റത്ത് കത്തനാരിനെയൊക്കെ ആരാധിക്കുന്ന മാന്ത്രികന്മാരും അച്ഛന്മാരും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക ഞങ്ങളെ കൊല്ലാൻ. ഒരു സൈഡിൽ പെന്തക്കോസ്തുകാർ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിമർശിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് കുറേ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്, സുവിശേഷ വേല ചെയ്ത് ഞങ്ങളെ ആത്മാക്കളെ തട്ടിയെടുക്കുക. അവിടെ ആത്മാവില്ല, അയാളുമുണ്ട്, അയാളെ ഭാര്യയുണ്ട്. വേറൊരു ആത്മാവ് IPC സഭയിലില്ല. അപ്പോൾ പറയുകയാണ് ആത്മാവിനത്തെ. ഞങ്ങൾ മാത്രമല്ലല്ലോ ആത്മാവ്, നിന്റെ ഭാര്യയും ഞങ്ങളെങ്ങനെ തട്ടിക്കൊണ്ടു പോകും? പ്രൈസ് ദി. എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഒരു ചെറിയ ലെൻസ് വെച്ച് നോക്കാൻ പറ്റുന്ന അവസാനത്തെ ഒരു മാലയുണ്ട്, അതുകൊണ്ട് തിരുവത്താഴം കൊടുക്കൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിവിടെ അങ്ങോട്ട് ചുണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി. ഞങ്ങൾ നാട് മുഴുവനും സുവിശേഷം പറഞ്ഞിട്ട് അവിടെ അവർ ശുശ്രൂഷകൾ ആരംഭിച്ചു. ആ ദേശം മുഴുവനും 2-3 വർഷം കൊണ്ട് ഞങ്ങൾ ശുശ്രൂഷകൾ ചെയ്ത് സുവിശേഷം പറഞ്ഞ് വലിയൊരു കൂട്ടം ആത്മാക്കളെ കൊള്ളയടിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 ഏജിയിലെ പാഷന്മാർ തമ്മിൽ പരസ്യമായി ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിച്ച് അടികൾ കൂടി ഒരുത്തൻ്റെ മൂക്കിനെ ഇടിച്ചങ്ങ് കൂട്ടിച്ചു. ഞങ്ങൾ അവരെ ചെന്ന് വിളിച്ച് ഞങ്ങൾ ക്രിക്കറ്റ് കളി മത്സരം വെച്ചു. എല്ലാ IPC പാഷന്മാർ, AG പാഷന്മാരെ എല്ലാം വിളിച്ചു. ഫാമിലി ഉള്ളവർ, ഫാമിലി ഇല്ലാത്തവരും വിളിച്ചു. കപ്പയും പിന്നെ ഇറച്ചിയും കപ്പയെന്ന് പറയും, മറ്റേ എല്ലും കപ്പയെന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ കലത്തിൽ. എല്ലാവരും വന്ന് എല്ലും കപ്പയും കഴിച്ചിട്ട് അവസാനം കെട്ടിപ്പിടിച്ചു. അവിടുത്തെ പാസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിപ്പിച്ചു. ശുശ്രൂഷകന്മാരെ ഒരു കുടക്കീഴിലാക്കി ആ പട്ടണത്തിൽ അസാധാരണമായ ശുശ്രൂഷകൾ ചെയ്തു. 12-15 മണിക്കൂറത്തെ വർഷിപ്പുകൾ അവിടെ ചെയ്ത് അവിടെ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എറണാകുളത്തോട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായി എറണാകുളത്തോട്ട് പോകുന്നു. അവിടെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ പോകുക. ബാംഗ്ലൂരിൽ ചെന്നു. ഭാഷ അറിയത്തില്ല. അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും
ഓട വൃത്തിയാക്കുന്നവൻ വരെ ഇംഗ്ലീഷ് പറയും. പക്ഷേ ഞങ്ങൾക്ക് മലയാളം പോലും നേരെ അറിഞ്ഞില്ല. ഞങ്ങൾ അവിടെ ചെന്ന്, ഞാനും എൻ്റെ അമ്മയോട് അവിടെ ചെന്നോ അന്യഭാഷകൾ പറഞ്ഞുകൊണ്ട് സകല വീട്ടിലും കയറി. പ്രൈസ് ദി ലോർഡ്. അവർ വിചാരിച്ചു 6-7 ഭാഷ അവർക്ക് അറിയാം, ഇതുവരെ കേൾക്കാത്ത ഭാഷ അവർ ഞങ്ങൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, കന്നഡ അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇന്ന് വരെ അവർ കേൾക്കാത്ത ഭാഷ ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറി പറഞ്ഞു. അവർ പറഞ്ഞു വേറെ ഏതോ ഒരു അത്ഭുത ഭാഷയാണ്. ഇത് തളർന്ന് കിടക്കുന്നവർ ചാടി എഴുന്നേറ്റു. പ്രൈസ്. തളർവാദ രോഗികൾ ചാടി എഴുന്നേറ്റു, വികലാംഗർ ചാടി എഴുന്നേറ്റു, കുരുട്ട് കണ്ണുകൾ തുറന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും തുറന്നു. ആ പട്ടണത്തിൽ പിന്നെ ബാംഗ്ലൂർ പട്ടണത്തിൽ 6 വർഷം ശുശ്രൂഷ ചെയ്ത് ആത്മാക്കളെ നേടി സഭകൾ സ്ഥാപിച്ചു. തൊടുപുഴയിലും എറണാകുളത്തും ബാംഗ്ലൂരിലും സഭകളും ചർച്ചുകളും സ്ഥാപിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ദേശം നെടുമങ്ങാട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു വരിക. ഞങ്ങൾ പറഞ്ഞു വരത്തില്ല, നെടുമങ്ങാട് ഞങ്ങൾ പോകത്തില്ല, നെടുമങ്ങാട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വെറുത്തിട്ടാണ് വന്നത്, ആ നാട്ടുകാർ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവരുടെ പോയ RSSകാർ ഞങ്ങളെ അടിക്കും. ദൈവം പറഞ്ഞു, ഞാനാണ് നിങ്ങളെ വിളിച്ചത്, ഞാൻ പറയുന്നു ഈ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, ഈ പട്ടണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ മിഷണറി ലൈഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിശ്വാസ ജീവിതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവശബ്ദം കേട്ടും ജീവിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്കറിയാമോ? ഇന്ന് പകല് ദൈവമുണ്ട്, ജീവനുള്ളൊരു ദൈവമുണ്ട്, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നടത്തുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ, പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവിന്റെ കാക്ക ഇന്ന് മരിച്ചിട്ടില്ല, നൂലിൽ കെട്ടി ഇറക്കി തരുന്ന ഒരു ദൈവമുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുകയാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കഥയല്ല, ഇത് ഞങ്ങളുടെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. അന്നും ഇന്നും 10-28 വർഷമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസത്തിൽ 1994 മുതൽ വിശ്വാസ ജീവിതം ആരംഭിച്ച് ഇന്ന് മുതൽ വിശ്വാസത്തിൽ ഓരോ 4 ദിവസവും അടുത്ത ദിവസം എന്തെന്നറിയാതെ അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വരെ കൈവിടാത്തൊരു ദൈവം, ഇന്ന് വരെ ഉപേക്ഷിക്കാത്ത ദൈവം, വിശ്വസ്തനായ ദൈവം, പറഞ്ഞ വാക്കുകളൊന്നും മാറാത്ത ദൈവം, ദൂത് പറഞ്ഞവൻ, വിശ്വസ്തവൻ. ഹല്ലേലൂയ. ഞാൻ എത്രയോ പ്രാവശ്യം പിന്മാറ്റ അവസ്ഥകളിൽ പോയി, പക്ഷെ എന്നെ പിന്മാറ്റ അവസ്ഥകളുടെ നടുവിൽ നിന്നും മടക്കി വീണ്ടും വീണ്ടും മടക്കി പിടിച്ചുകൊണ്ട് വന്ന വീണ്ടും ശുശ്രൂഷ കളത്തിൽ നിന്നും വിട്ടുപോകാതെ അന്നും ഇന്നും എന്നെ നിർത്തുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തവും ദൂതും നിറവേറ്റാൻ ദൈവമാണ് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. പത്രോസേ, നീ പിന്മാറ്റത്തിൽ പോയാലും നിന്നെ കൈവിടാത്തൊരു ദൈവം നിന്റെ പുറകെ വന്ന് നിന്നെ വാഗ്ദത്തത്തിനകത്ത് വിളിച്ചു കയറ്റുന്ന ദൈവം. ഈ പത്രോസാണ് കർത്താവിനെ പിന്തുടർന്ന ഈ പത്രോസ്. 2-ാമത്തെ ദിവസം പത്രോസ് ചോദിച്ചു, നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ പ്രവാചകൻ എന്നല്ല പറഞ്ഞത്, ഹല്ലേലൂയ, യിരെമ്യാവെന്നല്ല, എലീശ എന്നല്ല പറഞ്ഞത്. പത്രോസ് പറയാണ്, നീ മശിഹയാണ്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ എന്ന് ഒരു വെളിപ്പാട് പറഞ്ഞപ്പോൾ വെളിപ്പാടുള്ളവന്റെ കരങ്ങളിൽ എന്റെ ദൈവം പറഞ്ഞു, ഇതാ താക്കോല് കയ്യിലിരിക്കട്ടെ, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഇന്ന് പകൽ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ ആത്മാ പറയാണ്, നീ പറയുന്നത് നടക്കും. നീ ഭൂമിയിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അത് സ്വർഗം അപ്രൂവ് ചെയ്യാൻ പോയ വെളിപ്പാടുള്ളവനാണ് പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകുന്നത്. ഈ വെളിപ്പാട് ഒന്ന് നോക്ക, ഒന്ന് പത്രോസാകും, 2 പറയുന്നു, നീ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ. ഹല്ലേലൂയ. ഈ 2 വാഗ്ദത്വം കൊടുത്ത് പത്രോസ് വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് എന്ത് കിട്ടുമെന്ന്. ഞാൻ പടക് വിട്ടിട്ട് വന്നതാണ്. പത്രോസിന്റെ ഹൃദയം മുഴുവനും ഇതാ. പ്രൈസ്. മീൻപിടുത്തത്തിന്റെ ആ ഹൃദയത്തിൽ രാത്രി കിഴക്കെ ഈ അറിയാതെ പത്രോസ് എന്ത് ചെയ്യുക? വല വീശുക. കാരണം ഇതൊരു രോഗമായി പോയി, വല വീശിയാതെ പറ്റും. അതുകൊണ്ട് എന്ത് കിട്ടും? പടകവിടെ, എൻ്റെ പടകവിടെ എന്നൊക്കെ തപ്പി നോക്കുക. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവന്റെ ഹൃദയം ഒന്ന് ക്ലിയർ ആക്കിയെടുത്തേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും പത്രോസ് ആര് പറയാ ഒരു വാളും കൊണ്ട് നടന്നു. കർത്താവ് അറിഞ്ഞില്ല, കൂടെ നടന്നു ആരും അറിഞ്ഞില്ല. ഗെത്സമനെ വിളിച്ച് കർത്താവിനെ പിടിച്ചപ്പോൾ വാളിതാ വരുന്നു. ഇവിടെന്നോ പണ്ടത്തെ കളരിപ്പയറ്റ് പഠിച്ച വാള്, ചുരുട്ടുവാള് ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. നിന്റെ എല്ലാ വാളും ദൈവം പുറത്തെടുപ്പിക്കും. നിന്റെ സകല അഭ്യാസങ്ങളും ദൈവം പുറത്തു കൊണ്ടുവരും.
നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നീ ഒളിച്ചു വെച്ചിട്ടുണ്ടോ അതിനെല്ലാം ദൈവം ഇളക്കി പ്രൊവോക്ക് ചെയ്ത് അതെല്ലാം നിന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നീ ഒന്നുമല്ലാതെ നഗ്നനായി നിൽക്കുമ്പോൾ എന്റെ ദൈവം ഇന്ന് നിന്റെ മേലൊരു അഭിഷേകത്തെ പകരാൻ പോയ. ഹല്ലേലൂയ. കർത്താവിനോട് വെല്ലുവിളിച്ച് പറഞ്ഞു. അപ്പോൾ പിശാച് അടുത്ത് വന്ന് ചോദിച്ചു, ഈ പത്രോസിനെ ഞാനൊന്ന് പാറ്റിക്കോട്ടെ? കർത്താവ് പറഞ്ഞു, വേറെ ആരെ വേണമെങ്കിലും പാറ്റിക്കോ, പത്രോസിനെ തൊടരുത്. ഇവൻ പാറ്റാൻ കൊള്ളാവുന്നവനല്ല, പാറ്റിയാ തീർന്നു. യോഹന്നാനെ വേണമെങ്കിൽ നീ പാറ്റിക്കോ, അവനെ പാറ്റിയാൽ അവൻ നിൽക്കും. ക്രൂശിന്റെ ചുവട്ടിൽ വരെ നിൽക്കാനുള്ള തൻ്റെ ഇടമുള്ളവനാ. ദയവ് ചെയ്ത് പത്രോസിനെ തൊടരുത്, കാരണം ഒരു ഉറപ്പുമില്ലാത്തവനാ. ഹല്ലേലൂയ. പലരെയും പിശാച് പിടിക്കാത്തതിന് കാരണം എന്താ? കർത്താവ് മധ്യസ്ഥത നിർത്തി അവനെ തൊട്ടവൻ തീർന്നു. എന്നാൽ പ്രതികൂലവും പ്രശ്നമൊക്കെ ഉള്ളവരുണ്ട്, എന്നാൽ അവർ നിൽക്കും. കാരണം തൻ്റെ ഇടം, ദൈവത്തിന് തൻ്റെ ഇടമുള്ള വിലയേറിയ പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കും. ദൈവത്തിന്റെ പരിശോധന വിലയേറിയതാണ്. ആ വിലയേറിയ പരിശോധനയിലൂടെ കയറ്റിവിടാൻ യോഗ്യത പത്രോസിനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, തുടരുത്. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം പത്രോസ് നെളിഞ്ഞ് പൊങ്ങച്ചോടിക്കുന്ന വീരപരാക്രമം പറഞ്ഞു കർത്താവിനെ നോക്കി, ആര് കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടില്ല. കർത്താവിനെ കാണാം, കോഴി കൂന്നതിന് മുമ്പ് ഞാനത് തെളിയിക്കുക. പിറ്റേ ദിവസം എന്ത് ചെയ്തു? ഒരു കൊച്ചു പെൺകുട്ടി വന്നു, നീ അല്ലേ ആ കൂട്ടത്തിലുള്ളത്? ഞാനോ? ഏത് യേശു? ഇവിടുത്തെ യേശു. യേശുമായിട്ട് ഒരു ബന്ധം എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പലരും അങ്ങനെയല്ലേ, ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയാ. എവിടെ പോകുന്നു? സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. ആരാധനയ്ക്ക് പോകണമെന്ന് പറയാൻ തൻ്റെ ഇടമില്ല. ഇവിടെ വന്നിരുന്ന് കസേര ഓടിക്കുന്ന ആരാധനയും. വെളിയിലിറങ്ങിയാൽ ചോദിക്കും, ഞാൻ എവിടെ പോയി? അത് ഞാൻ അവിടെ മാർക്കറ്റിൽ പോയത്. ഉറപ്പില്ല, ധൈര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസ് ഒരു പെൺകുട്ടിയുടെ മുമ്പ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷെ വിട്ടോ? കർത്താവ് വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം മറിയോട് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് പത്രോസിനോട് ചെന്ന് പറ. എന്നെ വിട്ടിട്ടോടി, എന്നെ പറ്റിച്ച് വഞ്ചിച്ച് എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ എനിക്ക് വേണം. അവനോട് ചെന്ന് പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. പ്രൈസ്. എത്ര വലിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. നീ എത്ര തള്ളി പറഞ്ഞാലും, നീ എത്ര പ്രാർത്ഥിക്കാതിരുന്നാലും, നീ എത്ര പിന്മാറ്റത്തിൽ പോയാലും, നീ എത്രയൊക്കെ ദൈവത്തിനെ അവഗണിച്ചാലും അപമാനിച്ചാലും ഉപേക്ഷിച്ചാലും, നിന്നെ കളയാതെ നിന്നെ പിന്തുടർന്ന് നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് നിന്നെ തള്ളിക്കയറ്റാൻ വേണ്ടി നിന്നെ ഫോളോ ചെയ്യുന്ന ഒരു ദൈവം, എന്റെ കർത്താവായ യേശുവിന്റെ സ്നേഹം. മനുഷ്യൻ തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാത്ത ദൈവം. ആ കർത്താവ് വീണ്ടും പത്രോസ് അവസാനത്തെ ചൂണ്ടയെടുത്തുകൊണ്ട് രണ്ടുപേരെയും കൊണ്ട് പോയി. വല വിട്ടു, പടക് വിട്ടു, വാള് വിട്ടു. പക്ഷെ അരയിൽ ചെറുതായിട്ട് ചുരുട്ടി വെച്ചിരുന്ന അവസാനത്തെ ഒരു ചൂണ്ട, ആ ചൂണ്ടയെടുത്തോണ്ട് ഇതാ പോവുകയാണ്. പോയി മീൻ പിടിക്കാൻ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ശബ്ദം, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? ആ ശബ്ദം കേട്ടപ്പോഴേ നഗ്നനായി കടലിൽ ചാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയ്ക്ക് വന്നപ്പോൾ കർത്താവ് നല്ല മീനൊക്കെ ചുട്ടു വെച്ചിരിക്കുന്നു. കർത്താവ് ചോദിച്ചു, പത്രോസേ, വേറെ ആരോടും ചോദിച്ചില്ല, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എത്ര നല്ല സ്നേഹസമ്പന്നനായ ദൈവം. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ലോകത്തിലുള്ള സകലത്തേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും, മടുത്തു എന്നാണോ നീ പറയുന്നത്? ഈ മെസ്സേജും വചനമൊക്കെ കേട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി, ഉറങ്ങിയാൽ മതി, മരിച്ചിനി അവിടെ ഇരിക്കുന്നു, മീനിരിക്കുന്നു, എനിക്ക് ചെന്നൊന്ന് തിന്നണം, കിടന്ന് ഉറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇതാണോ നിന്റെ ആഗ്രഹം? അതോ ഇല്ല കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? എത്ര പേർ ഇതിനകത്തുണ്ട്? യേശുവിനെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അന്നും ഇന്നും ദൈവത്തിന്റെ ശബ്ദം ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, നിന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ അല്ല ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ മടങ്ങി വരവിന് വേണ്ടി, നിന്റെ പാപത്തിന്റെ ലിസ്റ്റ് എടുക്കുന്ന, നിന്റെ പിന്മാറ്റത്തിന്റെ ലിസ്റ്റ് എടുക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ നിന്നെ കൊല്ലാനിരിക്കുന്ന, നിന്നെ ചെയ്ത പാപത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തം പറഞ്ഞ വിശ്വസ്തനായ ദൈവം, ആ വാഗ്ദത്തത്തിനകത്ത്
നിന്നെ കയറ്റിവിടാൻ, നിന്നെ ആ വാഗ്ദത്തങ്ങളെ തള്ളിക്കയറ്റാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ചേർത്തടിച്ച് പറഞ്ഞാട്ടെ, ഐ ആം റെഡി, ഐ ആം റെഡി. കർത്താവേ, ഞാൻ റെഡിയാകുന്നു. ഐ ആം റെഡി, ഐ ആം റെഡി, ഐ ആം റെഡി. ഓ, മടങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്റെ വാഗ്ദത്തങ്ങൾക്കകത്ത് എന്നെ കയറ്റാൻ ഞാൻ റെഡിയാണ്. കർത്താവേ, നീ എവിടെ പോയാലും എന്റെ ദൈവം നിന്നെ പേര് വിളിച്ച് നിന്നെ മടക്കി കയറ്റാൻ പോവുകയാണ്, നിന്നെ മടക്കി കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ വരാൻ പോകുന്നു, നിന്നെ പേര് വിളിക്കാൻ പോകുന്നു, നിന്റെ തോളിൽ തട്ടാൻ പോകുന്നു, നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ പോകുന്നു. നിന്റെ വായിൽ നിന്നും ആ മടങ്ങി വരവന്റെ വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ആ ചോദ്യം ഇന്ന് മാറ്റലി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ പാപം ചെയ്യുമ്പോഴും ആ ചോദ്യം ഒരു മാറ്റലി പോലെ അസാധാരണമായി ഈ ആത്മമണ്ഡലത്തിൽ നിന്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. നിന്റെ വായ് തുറന്ന് നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ പറയുന്ന ഒരു സെക്കൻഡിന് വേണ്ടി ദൈവം നിന്നെ കാത്തിരിക്കുകയാണ്. നിന്റെ തണുത്തുറഞ്ഞ വിശ്വാസമല്ല, നിന്റെ തീ പോലെയുള്ള വീര്യമുള്ള വിശ്വാസത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുക. ഭീരുവായ നിന്നെ, ഉറപ്പില്ലാത്ത നിന്നെ, പെൺകുട്ടിയുടെ മുമ്പിൽ പോലും നിന്നെ കർത്താവിനെ തള്ളി പറയുന്ന നിന്നെ, സർട്ടിഫിക്കറ്റിന് വേണ്ടി യേശുവിനെ തള്ളി പറയുന്ന നിന്നെ, ഇന്ന് ജോലിക്ക് വേണ്ടി യേശുവിനെ തള്ളി പറയുന്ന നിന്നെ, വിവാഹത്തിന്റെ മുമ്പിൽ നിന്റെ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പോകുന്ന നിന്നെ ഇന്ന് പകൽ ദൈവം കാത്തിരിക്കുകയാണ്. നിന്റെ മടങ്ങി വരവിന്, നിന്റെ പാരമ്പര്യം പറഞ്ഞ് യേശുവിനെ തള്ളി പറയുന്ന നിന്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ ഒരിക്കലും ദൈവം തള്ളി പറയുകയില്ല. നിന്നെ പാസ്റ്റർമാര് തള്ളി പറയും, പാസ്റ്റേഴ്സ് നിന്നെ തള്ളിക്കളയും, ഈ ലോകത്തിലുള്ള വിശ്വാസികൾ നിന്നെ തള്ളിക്കളയും, ക്രിസ്ത്യാനികൾ നിന്നെ തള്ളിക്കളയും, കൂട്ടുവിശ്വാസികൾ നിന്നെ തള്ളിക്കളയും. പക്ഷേ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് അരുളി ചെയ്ത പെറ്റമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും, ഹല്ലേലൂയ, മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് അരുളി ചെയ്ത എന്റെ ദൈവം പറയുകയാണ്, നീ വിശ്വസിക്കേണ്ടത് പാസ്റ്റർമാരിലല്ല, നീ വിശ്വസിക്കുന്നത് സംഘടനകളിലല്ല, നീ വിശ്വസിക്കേണ്ടത് കൂട്ടുവിശ്വാസികളല്ല, നീ വിളിച്ച് അപേക്ഷിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് ആ ജീവനുള്ള ദൈവത്തെയാണ്. ഈ ദൈവം നിന്നെ തള്ളിക്കളയില്ല. സഹോദര സഹോദരി, നിന്നെ ഒരു നാളും നിന്നെ ദൈവം തള്ളിക്കളയില്ല, ഒരു നാളും നിങ്ങളെ തള്ളിക്കളയില്ല. ദൈവം നിങ്ങളെ മറക്കത്തില്ല, ദൈവം നിന്നെ മറക്കത്തില്ല. നിന്റെ പാപം എത്ര വലിയ കടും ചുവപ്പ് നിറമുള്ളതാണെങ്കിലും എന്റെ ദൈവം നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല, മറക്കത്തില്ല. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ചെറിയ തെറ്റുകുറ്റങ്ങളോ പിന്മാറ്റവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തെ തെറ്റിദ്ധരിച്ചിട്ട് ദൈവം എന്നെ കൈക്കൊള്ളുകയില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഇനി ദൈവം എന്നെ കൈക്കൊള്ളുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച് അവർ വീണ്ടും പഴയതിനേക്കാൾ അധികമായി പിന്മാറ്റത്തിൽ പോകുമ്പോൾ നിങ്ങൾ യേശുവിനെ അറിയാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവനും ജനിക്കുമ്പോഴേ എല്ലാവരുടെയും കയ്യിലും പിശാച് ഒരു കല്ലും കൂടെ കൊടുത്തിട്ട് വിടും, എറിയാൻ, മറ്റുള്ളവരെ എറിയാൻ. പക്ഷേ കർത്താവ് ആ കല്ലിനെ തറയിലിടാൻ പറയുന്നവനാണ്. ലോകം മുഴുവനും കല്ലെറിയുന്ന ഒരു സ്ത്രീ വന്നു നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. ഇതാ നമ്മുടെ യേശുവിന്റെ സ്നേഹം. അതുകൊണ്ട് നീ കർത്താവിനെ മനസ്സിലാക്കണം. നിന്റെ പാപം എത്ര കടും ചുവപ്പ് നിറമായാലും, നമ്മൾ പറയും ഗോവിന്ദ സ്വാമിയെ നമ്മളെല്ലാം ക്രൂരനും പിശാച് പിടിച്ചവനെ വെടിവെച്ചു എല്ലാം പറയും അല്ലേ. പക്ഷേ കർത്താവ് എന്ത് പറയും? കർത്താവ് പറയോ? എൻകൗണ്ടർ ചെയ്യാൻ പറയോ? കർത്താവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാ. നമ്മൾ പറയും ഗോവിന്ദ സ്വാമി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്യണം? കരമനയിൽ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്ന ക്രൂരന്മാരെ അവരെ എത്രയും വേഗം ശിക്ഷ കൊടുത്ത് കൊല്ലാൻ വേണ്ടി നമ്മൾ പറയും. യേശു എന്ത് പറയും? യേശു പറയോ കൊല്ലേ? ഹല്ലേലൂയ. മനുഷ്യനും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മുടെ കണ്ണിൽ എല്ലാവരും കൊല്ലണം, പക്ഷേ കർത്താവിന്റെ കണ്ണിൽ എത്ര ക്രൂരനെയും സ്നേഹിക്കുന്നവൻ. അതുകൊണ്ട് പെന്തക്കോസ്തുകാര് എപ്പോഴും ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അവര് കൊല്ലുന്ന, ശിക്ഷ വിധിക്കുന്ന ദൈവത്തെയാണ് പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നത്. ശിക്ഷിക്കുന്ന, കൊല്ലുന്ന, അഗ്നി, നരകം, തീ ഇതിനകത്ത് മാത്രം ഇട്ട് ചുട്ടെടുക്കുന്ന ഒരു ക്രൂരനായ ദൈവത്തെ പറയുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു സ്നേഹവാനായ ഒരു ദൈവം, ഒരു സ്നേഹിക്കുന്ന ദൈവം.
ഒരു സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ മടങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കണ്ടത് ശിക്ഷിക്കുന്ന ദൈവത്തെയല്ല, സ്നേഹിക്കുന്ന ദൈവത്തെയാണ്.